Good afternoon. Good afternoon. Okay, Anila Kumar, good afternoon. Okay, Akila, Alta Vinsake, Dixie, Shakina. Okay, good afternoon. എല്ലാരും ഉള്ളൊക്കെ കഴിച്ചോ? ഫുഡൊക്കെ കഴിച്ചോ എല്ലാവരും? കഴിച്ചു. ഓക്കെ, ഫുഡൊക്കെ കഴിച്ച് റെഡിയായിട്ടാണ് ക്ലാസ്സിൽ ഇരിക്കുന്നത് അല്ലേ? ഓക്കെ, അഖില. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? സുഖമല്ലേ എല്ലാവർക്കും? ഓക്കെ. കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്ത ഭാഗങ്ങളിൽ എല്ലാവരും വായിച്ചൊക്കെ നോക്കിയോ? ക്ലിയർ ആണോ അത്രയും ഭാഗങ്ങള്? നമ്മൾ കഴിഞ്ഞ ദിവസം ഇംഗ്ലീഷ് ഗ്രീവൻസ് മിഷനറി ആണ് പഠിച്ചത് അല്ലെ? അതായത് നമ്മുടെ 1947 ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് പ്രകാരം സെക്ഷൻ 9C പ്രകാരമുള്ള ഗ്രീവൻസ് മിഷനറിനെ പറ്റിയിട്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത്. ഓക്കെ, എന്താണ് ക്ലാസ് കട്ടായി പോയി? ഇത് കഴിഞ്ഞ ക്ലാസ് ആണോ പറഞ്ഞത്? കഴിഞ്ഞ ക്ലാസ് ആണോ പോയത്? റെക്കോർഡഡ് ക്ലാസ് കണ്ടാൽ മതി കേട്ടോ. ഓക്കെ, റെക്കോർഡഡ് ക്ലാസ് കണ്ടാൽ മതി കേട്ടോ. അപ്പൊ ബാക്കി എല്ലാവരും അത്രയും ഭാഗങ്ങളൊക്കെ വായിച്ചു നോക്കിയോ? ക്ലിയർ ആണോ എല്ലാവർക്കും? ഗ്രീവൻസ് മിഷനറി, അതും അണ്ടർ ദ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947 അല്ലെ, 1947 ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ടിന്റെ സെക്ഷൻ 9C പ്രകാരമുള്ള എന്താണ് ഗ്രീവൻസ് മിഷനറിനെ പറ്റിയിട്ടാണ് നമ്മള് ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ആ 9C സെക്ഷൻ പ്രകാരം എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നതെന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ. അതായത് നമ്മൾ പറഞ്ഞില്ലേ, 20-ൽ കൂടുതലോ 20ൽ കൂടുതലോ ജീവനക്കാരുള്ള ഏതൊരു സ്ഥാപനത്തിലും എന്തുണ്ടായിരിക്കണം? അതായത് ഒന്നോ അതിൽ കൂടുതലോ ഗ്രീവൻസ് റിഡ്രസൽ കമ്മിറ്റികൾ ഉണ്ടായിരിക്കണം എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലെ. അതുപോലെ ഗ്രീവൻസ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് എംപ്ലോയറിൽ നിന്നും എംപ്ലോയിയുടെ ഭാഗത്തിൽ നിന്നും മാറി മാറി തെരഞ്ഞെടുക്കപ്പെടണം അല്ലെ, ആൾട്ടർനേറ്റീവ് ആയിട്ട് അല്ലെ, ഓരോ വർഷവും മാറി മാറി തെരഞ്ഞെടുക്കപ്പെടണം. പിന്നെ ഗ്രീവൻസ് റിഡ്രസൽ കമ്മിറ്റിയിലെ അംഗസംഖ്യ എന്താണ്? മാക്സിമം 6 അല്ലെ, 6 കൂടാനായിട്ട് പാടുള്ളതല്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ പ്രത്യേകം ഓർത്ത് വെക്കാട്ട്. അതുപോലെ ഗ്രീവൻസ് റിഡ്രസൽ കമ്മിറ്റിയിലോട്ട് പരാതികൾ ലഭിച്ചു കഴിഞ്ഞാല് 1 മാസത്തിനുള്ളിൽ അത് തീർപ്പാക്കണം എന്നുള്ളതാണ് നിയമം അല്ലെ. ഇതൊക്കെയാണ് നമ്മൾ സെക്ഷൻ 9C പ്രകാരം പറഞ്ഞു നിർത്തിയത് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഒരു എന്തായാലും ചോദ്യം ഉണ്ടാവും, ക്വസ്റ്റ്യൻ വരുന്ന ഒരു ടോപ്പിക്കാണ്. കുറച്ച് ഒന്ന് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കും കൂടിയാണ്. അതുകൊണ്ട് പ്രത്യേകം നിങ്ങൾ ക്ലാസ് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. നമ്മൾ പറയുന്നത് ഗ്രീവൻസ് റെസൊല്യൂഷൻ മെത്തേഡ്സ് ആണ് കേട്ടോ. അതാണ് ഗ്രീവൻസ് റെസൊല്യൂഷൻ മെത്തേഡ്സുകളാണ് നമ്മൾ പഠിക്കുന്നത്. പരാതി പരിഹാര രീതികളാണ്. അപ്പൊ പ്രധാനമായിട്ടും നമുക്ക് അതിനകത്ത് 5 മെത്തേഡുകളാണ് പഠിക്കാനുള്ളത് കേട്ടോ. ഗ്രീവൻസ് റെസൊല്യൂഷൻ മെത്തേഡുകൾ പ്രധാനമായിട്ടും 5 എണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് കളക്റ്റീവ് ബാർഗെയിനിങ് ആണ് കേട്ടോ. ഒന്നാമത്തെ എന്താണ്? കളക്റ്റീവ് ബാർഗെയിനിങ്. രണ്ടാമത്തത് മീഡിയേഷൻ എന്ന് പറയൂ കേട്ടോ, മീഡിയേഷൻ. മൂന്നാമത് കൺസീലിയേഷൻ, ഇതാണ് കൺസീലിയേഷൻ. ആൻഡ് ഫോർത്ത് വൺ ആർബിട്രേഷൻ, ഇതാണ് ആർബിട്രേഷൻ. ആൻഡ് ഫിഫ്ത് വൺ അഡ്ജുഡിക്കേഷൻ, ഇതാണ് അഡ്ജുഡിക്കേഷൻ. ഏതൊക്കെയാണ് 5 ഗ്രീവൻസ് റെസൊല്യൂഷൻ മെത്തേഡുകൾ? ഏതൊക്കെയാണ്? ഒന്ന് കളക്റ്റീവ് ബാർഗെയിനിങ്, 2 മീഡിയേഷൻ, 3 കൺസീലിയേഷൻ, 4 ആർബിട്രേഷൻ, 5 അഡ്ജുഡിക്കേഷൻ. അങ്ങനെ 5 മെത്തേഡുകളാണ് നമുക്ക് പഠിക്കാൻ. ഇതില് ഓരോ മെത്തേഡുകളുടെ പ്രത്യേകതകളാണ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുന്നത്. ഓരോ മെത്തേഡുകളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ചിലത് തമ്മിൽ വലിയ വ്യത്യാസങ്ങൾ നമുക്ക് പറയാനില്ല, നേരിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ആ വ്യത്യാസങ്ങളാണ് നിങ്ങൾ അവിടെ നോട്ട് ചെയ്ത് വെക്കുന്നത്. അതിൽ ആ പ്രത്യേകത വന്നിട്ട് ഇത് ഏത് മെത്തേഡ് ഓഫ് ഗ്രീവൻസ് റെസൊല്യൂഷൻ മെത്തേഡ് ആണ് എന്ന് നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ആ പ്രത്യേകത കേൾക്കുമ്പോൾ മനസ്സിലാവുന്നത് അത് ഇന്ന മെത്തേഡാണ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ആ രീതിയിൽ വേണം നമ്മളത് പഠിക്കാനായിട്ട്.
കേട്ടോ. പിന്നെ ഡയറക്റ്റ് ആയിട്ട് നിങ്ങളോട് ചോദിക്കാം, താഴെ തന്നിരിക്കുന്നവയിലെ ഗ്രീവൻസ് റെസൊല്യൂഷൻ മെത്തേഡുകളിൽ ഉൾപ്പെടുന്നത് ഏതാണ്, ഉൾപ്പെടാത്തത് ഏതാണ്, അങ്ങനെ നിങ്ങളോട് ചോദിക്കാം. അപ്പൊ പിന്നെ ആ പോയിന്റ് മാത്രം നമ്മൾ പഠിച്ചു വെച്ചാൽ മതി. പക്ഷെ ചിലതിന് നമ്മൾ ഇതിന്റെ പ്രത്യേകത തരും. എന്നിട്ട് നമ്മളോട് ചോദിക്കും ഇതേത് ടൈപ്പ് ഓഫ് ഗ്രീവൻസ് റെസൊല്യൂഷൻ മെത്തേഡ് ആണെന്ന് നിങ്ങളോട് ചോദിക്കും. അപ്പൊ അത് പ്രത്യേകം നോട്ട് ചെയ്യുക കേട്ടോ. നമുക്ക് നോക്കാം. മെത്തേഡ്സ് യൂസ്ഡ് ടു റിസോൾവ് ദ ഗ്രീവൻസസ് ആർ ആസ് ഫോളോസ്. ഫസ്റ്റ് വൺ ആണ് എന്ത്? കളക്റ്റീവ് ബാർഗെയിനിങ്. അതാണ് കളക്റ്റീവ് ബാർഗെയിനിങ് പറഞ്ഞാൽ എന്താണ്? കൂട്ടായ ചർച്ചകളാണ് അല്ലെ. കൂട്ടായ ചർച്ചകൾ എന്ന് പറയുമ്പോൾ അതല്ലേ കളക്റ്റീവ് ആണ്. കളക്റ്റീവ് എന്ന് പറയുന്നത് ഒരു കൂട്ടമായിട്ടാണ് അല്ലെ. അതെ, കൂട്ടായ റിനോവേഷൻ അല്ലെങ്കിൽ കൂട്ടായ ചർച്ചകൾ എന്നാണ് നമ്മൾ പറയുന്നത്. ഇവിടെ എങ്ങനെയാണെന്ന് അറിയോ നമ്മൾ പരാതികൾ പരിഹരിക്കുന്നത്? ഈ ഒരു മെത്തേഡില് നമ്മൾ പരാതികൾ പരിഹരിക്കുന്നത് ഈ പറയുന്ന ഒരു സ്ഥാപനത്തിലെ ജീവനക്കാരും അതുപോലെ തന്നെ മാനേജ്മെന്റും അവരൊരുമിച്ച് ചേർന്ന് അതിന് കൂട്ടായി ചർച്ച ചെയ്ത് പരാതികൾ പരിഹരിക്കുന്ന ഒരു രീതിയാണ് കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുന്നത്. ഇനി എന്താണ് കളക്റ്റീവ് ബാർഗെയിനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് തൊഴിലുടമകളും തൊഴിലാളികളുടെ സംഘടനയും തമ്മില് തൊഴിൽ സാഹചര്യങ്ങളെ പറ്റിയിട്ട് ചർച്ച ചെയ്ത് പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്ന വളരെ ജനാധിപത്യപരമായ ഒരു രീതിയാണ് കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് തൊഴിലുടമകളും തൊഴിലാളികളുടെ സംഘടനകള് ഓക്കെ അവരെന്ത് ചെയ്യാണ്? തൊഴിൽ സാഹചര്യത്തിനെ പറ്റിയിട്ട് അവർ ചർച്ച ചെയ്ത് പരാതികൾ പരിഹരിക്കുന്ന ഒരു രീതിയാണ്. അതൊരു ജനാധിപത്യ രീതിയാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ എന്താണ് ഇരു കൂട്ടർക്കും അവരുടെ തുല്യ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അല്ലെ. എംപ്ലോയീസിന് അവരുടെ പ്രശ്നങ്ങൾ പറയാം, മാനേജ്മെന്റിന്റെ കാര്യങ്ങൾ മാനേജ്മെന്റിലും അവർ തുറന്ന് സംസാരിക്കാം. അല്ലാണ്ട് ആരെയും അവിടെ അടിച്ചമർത്തപ്പെടുന്നില്ല. ഇരു കൂട്ടർക്കും തുറന്ന് സംസാരിക്കാം അല്ലെ. അതുകൊണ്ട് തന്നെ അതൊരു ജനാധിപത്യ രീതിയാണെന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ അതാണ് എന്ത്? കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് ഞാൻ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു ജീവനക്കാരൻ അല്ലെ, ഒരു തൊഴിലാളി തന്റെ ശമ്പളം കൂട്ടിത്തരണമെന്ന് തനിയെ മുതലാളിയോട് പോയി പറയുന്നതിന് പകരം എന്ത് ചെയ്യാം? അതായത് തൊഴിലാളികളുടെ ഒരു കൂട്ടമായിട്ട് ഒരു യൂണിയനായിട്ട് അവരെന്ത് ചെയ്യുന്നു? അവരുടെ റെപ്രസെന്റേറ്റീവിലൂടെ അവര് മാനേജ്മെന്റിനോട് അവരുടെ ആവശ്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു രീതി. അതാണ് എന്ത്? കളക്റ്റീവ് ബാർഗെയിനിങ്. മനസ്സിലായോ? അതായത് എംപ്ലോയി അവരുടെ ശമ്പളം വർദ്ധിപ്പിച്ച് തരണം എന്നവര് തനിയെ പോയിട്ട് മുതലാളിയോട് പറയുന്നതിന് പകരമായിട്ട് അവരൊരുമിച്ച് കൂട്ടമായിട്ട് അവരുടെ ആവശ്യങ്ങൾ എന്ത് ചെയ്യാണ്? മാനേജ്മെന്റിനോട് അവതരിപ്പിക്കുന്ന ഒരു രീതിയാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിലെ ജീവനക്കാരെന്ന് പറയുമ്പോൾ മെയിനായിട്ട് അവരുടെ റെപ്രസെന്റേറ്റീവ് അല്ലെ, തൊഴിലാളികളുടെ പ്രതിനിധികളും മാനേജ്മെന്റും അവരൊരുമിച്ച് ചർച്ച ചെയ്ത് പരാതികൾ പരിഹരിക്കുന്ന ഒരു രീതിയാണ് കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുന്നത്. മനസ്സിലായോ? പറഞ്ഞ കാര്യം ക്ലിയർ ആണോ നിങ്ങൾക്ക്? കളക്റ്റീവ് ബാർഗെയിനിങ് മറന്നുപോകോ? ഓക്കെ, വായിക്കാം. In this method of grievance resolution, issues of various employees are resolved together. ഒരുമിച്ച് ഇവിടെ എന്ത് ചെയ്യപ്പെടാണ്? പ്രശ്നങ്ങള് പരിഹരിക്കുന്നത് കൊണ്ടാണ് അതിന്റെ പേര് കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുന്നത് അല്ലെ. In this method of grievance resolution, issues of various employees are resolved together അല്ലെ. അതെ, അതായത് എംപ്ലോയീസിന്റെ എല്ലാവിധ ഇഷ്യൂസുകളും അവരെന്ത് ചെയ്യാണ്? ഒരുമിച്ച് അവിടെ പരിഹരിക്കപ്പെടാണ്. ദാറ്റ് ഈസ് കോൾഡ് കളക്റ്റീവ് ബാർഗെയിനിങ്. ക്ലിയർ ആയിട്ട്. ഇനി അടുത്തതാണ് മീഡിയേഷൻ. ഓരോന്നിനും ഓരോരോ പ്രത്യേകതകളുണ്ട് കേട്ടോ. രണ്ടാമത്തെയാണ് എന്ത്? മീഡിയേഷൻ. മീഡിയേഷൻ എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ പറയില്ല ഒരു മധ്യസ്ഥതയിലൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള പറ്റിയ ഒരു മീഡിയേഷനിൽ മധ്യസ്ഥത വഹിക്കാന്ന് പറയും അല്ലെ. അതെ, എന്താണ് ഇതിന്റെ പ്രത്യേകത നോക്കി? ഇറ്റ് ഈസ് ദ വോളണ്ടറി മെത്തേഡ് ഓഫ് ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് which comes into play when the grievance stays as it is even after the formal procedure is undertaken to resolve it. ആ ഒരു സെന്റൻസ് ഒന്ന് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യാട്ടോ. അവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഇറ്റ് ഇസ് എ വോളണ്ടറി മെത്തേഡ് ഓഫ് ഗ്രീവൻസ് ഹാൻഡ്ലിംഗ്. ഇറ്റ്സ് എ വോളണ്ടറി മെത്തേഡ് ഓഫ് ഗ്രീവൻസ് ഹാൻഡ്ലിംഗ്. അങ്ങനെ തന്നെ എടുത്ത് ചോദിക്കാറുണ്ട് കേട്ടോ. അതായത് സ്വമേധയാ പരാതികൾ പരിഹരിക്കുന്ന ഒരു രീതിയാണെന്ത്? മീഡിയേഷൻ. എന്താണ്? അതായത് നമ്മൾ ഒരു പരാതികൾ പരിഹരിക്കാനായിട്ട് ഔദ്യോഗികമായിട്ടുള്ള മറ്റെല്ലാ മാർഗങ്ങളും നമ്മൾ ഉപയോഗിച്ചു, എന്നിട്ടും നമ്മൾക്ക് അവിടെ പരാതികൾ പരിഹരിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തില് സ്വമേധയാ പരാതികൾ പരിഹരിക്കുന്ന രീതിയാണെന്ത്? അതിനെയാണ് നമ്മൾ മീഡിയേഷൻ എന്ന് പറയുന്നത് കേട്ടോ.
ഓക്കെ, അതായത് പരാതികൾ പരിഹരിക്കാനായിട്ട് മറ്റെല്ലാ ഔദ്യോഗിക നടപടിക്രമങ്ങളും നമ്മൾ എടുത്തു. എന്നിട്ടും നമുക്ക് അവിടെ പരിഹരിക്കപ്പെടാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അവിടെ പ്രശ്നങ്ങള് അല്ലെങ്കിൽ പരാതികള് സ്വമേധയാ പരിഹരിക്കുന്ന ഒരു രീതിയാണ് എന്ത്, മീഡിയേഷൻ. അതുകൊണ്ടാണ് വോളണ്ടറി മെത്തേഡ് ഓഫ് ഹാൻഡ്ലിംഗ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ നമ്മൾ മൂന്നാമതൊരു കക്ഷിയുടെ സഹായം അവിടെ തേടുന്നില്ല. ഈ തർക്കത്തിൽ ഉൾപ്പെടാത്ത മൂന്നാമതൊരു കക്ഷിയുടെ സേവനം നമ്മൾ അവിടെ ഉപയോഗിക്കുന്നില്ല. ഇത് പറയുന്നുണ്ട്, but it is used before opting for an unbiased third party interest, that is arbitration. നമ്മൾ നെക്സ്റ്റ് പഠിക്കുന്നുണ്ട് ആർബിട്രേഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡ് പഠിക്കുന്നുണ്ട്. അവിടെ എങ്ങനെയാന്ന് വെച്ചാല് നമ്മൾ ഈ തർക്കത്തിൽ ഉൾപ്പെടാത്ത മൂന്നാമതൊരു കക്ഷി, ഒരു തേർഡ് പാർട്ടി എന്ത് ചെയ്യാണ്, തേർഡ് പാർട്ടിയുടെ ഇടപെടലുകളിലൂടെ നമ്മൾ പ്രശ്നങ്ങൾ പരിഹരിക്കുക. പക്ഷെ ഇവിടെ അതിന് തൊട്ട് മുമ്പുള്ള അവസ്ഥയാണ്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഒരു മൂന്നാമതൊരു കക്ഷിയുടെ സഹായം നമ്മൾ ഉപയോഗിക്കുന്നില്ല. അതിനു മുമ്പ്, തൊട്ടു മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, പരാതികൾ ഒരു മധ്യസ്ഥതയില് പരിഹരിച്ചു തീർക്കണം. മധ്യസ്ഥതയിൽ പറഞ്ഞു തീർക്കുക എന്ന് പറയുമ്പോൾ ഇരു കക്ഷികളും തമ്മിലൊരു മധ്യസ്ഥതയില്, അല്ലെ? അതുകൊണ്ടാണ് ഇത് വോളണ്ടറി ആണെന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ പുറത്തുനിന്ന് ഒരാളുടെ സഹായം നമ്മൾ അവിടെ ഉപയോഗിക്കുന്നില്ല. ഈ രണ്ട് കക്ഷികൾ തമ്മിൽ, നമ്മുടെ കക്ഷികൾ എന്ന് പറയുന്നത് മാനേജ്മെന്റും എംപ്ലോയീസും ആണ്, അല്ലെ? അപ്പൊ ഈ രണ്ട് കക്ഷികളും തമ്മിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് അവരുടെ ഇടയിൽ ഒരു മധ്യസ്ഥതയില്, അല്ലെ, അവര് തന്നെ മുൻകൈ എടുക്കാൻ സ്വയം. ഇപ്പൊ മാനേജ്മെന്റ് ഭാഗത്തുനിന്ന് ഒരു വ്യക്തി മുൻകൈ എടുക്കുന്നു, നമ്മുടെ എംപ്ലോയീസിന്റെ ഭാഗത്തുനിന്ന് ഒരു വ്യക്തി, മീൻസ് അതൊരു യൂണിയൻ റെപ്രസെന്റേറ്റീവ് ആവാം, അവര് തന്നെ സ്വന്തമായി മുൻകൈ എടുത്ത് അതിൽ തന്നെ സ്വയം എന്താണ്, സ്വമേധയാ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു രീതിയാണ്, അല്ലെ? അവിടെ നമുക്കൊരു മൂന്നാമതൊരു കക്ഷിയിൽ ഉൾപ്പെടുത്തേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. മൂന്നാമതൊരു കക്ഷി ഉൾപ്പെട്ടാൽ അതിന് ആർബിട്രേഷൻ എന്നാണ് നമ്മൾ പറയുക. അതിന് തൊട്ട് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, പ്രശ്നങ്ങള് ഒരു മധ്യസ്ഥതയില് നമ്മൾ ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ടത്. അപ്പൊ നമുക്ക് വളരെ സമാധാനപരമായിട്ട്, വളരെ സൗഹാർദ്ദപരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പരാതികൾ അവിടെ പരിഹരിക്കാനായിട്ട് സാധിക്കും. ദാറ്റ് ഈസ് കോൾഡ് മീഡിയേഷൻ. നമ്മൾ ഓർക്കാം, മീഡിയേഷൻ എന്ന് പറയുന്നത് അതൊരു വോളണ്ടറി മെത്തേഡ് ഓഫ് ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് ആണ്. സ്വമേധയാ പരാതികൾ പരിഹരിക്കുന്ന ഒരു രീതിയാണ്. മറ്റെല്ലാ ഔദ്യോഗിക മാർഗങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് പരാതികൾ പരിഹരിക്കപ്പെടാൻ സാധിക്കാത്ത സാഹചര്യത്തില് നമ്മുടെ പ്രശ്നങ്ങൾ സ്വമേധയാ പരിഹരിക്കുന്ന രീതിയെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മീഡിയേഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ ആണോ? മീഡിയേഷന്റെ പ്രത്യേകത മനസ്സിലായോ? ഇറ്റ്സ് എ വോളണ്ടറി മെത്തേഡ് ഓഫ് ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് ആണ് കേട്ടോ. ക്ലിയർ? ഇനിയാണ് നമ്മൾ കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഭാഗങ്ങൾ വരുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കാതെ, എല്ലാത്തിനും അതിൻ്റെതായ ഒരു പ്രത്യേകതകളുണ്ട്. ഓക്കെ, മൂന്നാമത് വരുന്നതാണ് കൺസീലിയേഷൻ എന്ന് പറയും. അതാണ് കൺസീലിയേഷൻ. എന്താണ് കൺസീലിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ പറയും അനുരഞ്ജനം എന്നൊക്കെ പറയും, അനുരഞ്ജനം. ഓക്കെ, അപ്പൊ നോക്കാം, ജസ്റ്റ് നമുക്കതൊന്ന് വായിക്കാം. എന്താണ് കൺസീലിയേഷൻ? അക്കോർഡിംഗ് ടു ദ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ, അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ അഭിപ്രായത്തില് അവരെങ്ങനെയാണ് കൺസീലിയേഷൻ അവർ അവതരിപ്പിക്കുന്നത് നോക്കുക. Conciliation is the practice by which the services of neutral third party are used in a dispute as a means of helping the disputing parties to reduce the extent of the differences and to arrive at an amicable settlement or agreed solution. Underline ചെയ്യാട്ടോ. എന്താണ് conciliation? Is the practice by which the services of a neutral third party are used in a dispute as a means of helping the disputing parties to reduce the extent of their differences and to arrive at an amicable settlement or agreed solution. അതായത് കൺസീലിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇരു കക്ഷികളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങള് പരമാവധി കുറയ്ക്കുന്നതിനും വളരെ സൗഹാർദ്ദപരമായിട്ട് ഒത്തുതീർപ്പാക്കുന്നതിനോ അല്ലെങ്കിൽ എന്താണ് സമ്മതത്തോടും കൂടി ഒരു പരിഹാരത്തിൽ എത്തുന്നതിനോ വേണ്ടിയിട്ട് നമ്മൾ മൂന്നാമതൊരു കക്ഷിയുടെ, ഒരു തേർഡ് പാർട്ടിയുടെ സഹായം നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് പരിഹരിക്കുന്ന ഒരു രീതിയാണ് കൺസീലിയേഷൻ. മനസ്സിലായോ? എന്താണ് കൺസീലിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? അതായത് തർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കക്ഷികള്, അല്ലെ, അതായത് അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പരമാവധി കുറയ്ക്കാനും എന്നിട്ട് വളരെ എന്താണ് സൗഹാർദ്ദപരമായിട്ട് ഒത്തുതീർപ്പിൽ എത്തുന്നതിന്, സമ്മതത്തോടുകൂടിയുള്ള പരിഹാരത്തിൽ എത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു മൂന്നാമതൊരു കക്ഷിയുടെ സേവനം ഉപയോഗിക്കപ്പെടുന്ന, അല്ലെങ്കിൽ മൂന്നാമതൊരു കക്ഷിയുടെ സേവനം ഉപയോഗിച്ചുകൊണ്ട് പരാതികൾ പരിഹരിക്കുന്ന രീതിയാണ് നമ്മൾ പറയുന്ന പേരാണ് കൺസീലിയേഷൻ. ഓക്കെ, ക്ലിയർ ആയതിന് നമ്മൾ കൺസീലിയേഷൻ ആണ് പറയുന്നത്. അപ്പൊ അവിടെ ഓർക്കേണ്ട കാര്യം എന്താണ്? നമ്മളൊരു തേർഡ് പാർട്ടിയുടെ, അതായത് ആ തർക്കത്തിൽ ഉൾപ്പെടാത്ത മൂന്നാമതൊരു കക്ഷി, ആ കക്ഷി എന്ന് പറഞ്ഞാൽ വളരെ
നിഷ്പക്ഷനായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും അല്ലെ. ആരോടും പ്രത്യേകമായിട്ടൊരു വയസ്സ് കാണിക്കാതെ ഒരു എന്താണ് അതിൽ ഉൾപ്പെടാത്ത വളരെ നിഷ്പക്ഷനായ സ്വതന്ത്രനായിട്ടുള്ള ഒരു മൂന്നാമതൊരു കക്ഷിയുടെ സഹായത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഇവിടെ പരാതികള് പരിഹരിക്കുന്നത്. ഓക്കെ, പിന്നെന്താണ്? It is the process of rational and orderly discussion of differences between the parties to a dispute under the guidance of a conciliator. അപ്പോ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു മൂന്നാമതൊരു കക്ഷി എന്ന് പറഞ്ഞല്ലോ, അതിനെ നമ്മൾ കൺസീലിയേറ്റർ എന്നാണ് പറയുന്നത്, അനുരഞ്ജകൻ എന്നാണ് പറയുന്നത്. ഓക്കെ, അനുരഞ്ജകൻ, കൺസീലിയേറ്റർ. അപ്പൊ അത് വളരെ യുക്തിസഹമായ ഒരു ചർച്ചയാണെന്നാണ് പറയുന്നത്. കാര്യം എന്താണെന്ന് അറിയാമോ? നമ്മൾ ആ ഒരു കൺസീലിയേറ്ററുടെ മാർഗനിർദ്ദേശത്തില്, ഓക്കെ, ആ ഒരു വ്യക്തിയുടെ ഗൈഡൻസില് നമ്മൾ ആ എന്താണ് തർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആ ഒരു അഭിപ്രായ വ്യത്യാസങ്ങള് വളരെ യുക്തിപരമായിട്ട് നമ്മൾ ചർച്ച ചെയ്ത് വളരെ ഓർഡർലി, വളരെ ക്രമീകൃതമായിട്ട് നമ്മൾ വളരെ യുക്തിസഹമായ രീതിയിൽ ചർച്ച ചെയ്ത് പരാതികൾ എന്ത് ചെയ്യാണ്, ഇവിടെ പരിഹരിക്കുകയാണ്. ഓക്കെ, അപ്പൊ അവിടെ ഒരു റോൾ എന്താണെന്ന് വെച്ചാൽ കൺസീലിയേറ്റർ എന്ന് പറയുന്ന വ്യക്തി പ്രത്യേകിച്ച് ഒരു ഗൈഡൻസ് ആണ് അവിടെ കൊടുക്കുന്നത്, ഒരു മാർഗനിർദ്ദേശം കൊടുക്കാണ്, സൊല്യൂഷൻ ഒന്നും അല്ല അയാൾ കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു ജസ്റ്റ് ഒരു ഗൈഡൻസ് കൊടുക്കും, ഇങ്ങനെയൊക്കെ പോകാം, അല്ലെങ്കിൽ ഈ രീതിയിൽ നമുക്ക് ഈ ചർച്ചയെ മുന്നോട്ട് കൊണ്ടുപോകാം, ജസ്റ്റ് ഒരു ഗൈഡൻസ് ആണ് അദ്ദേഹം കൊടുക്കുന്നത്. അല്ലാതെ അദ്ദേഹം ഒരു സൊല്യൂഷൻ എടുത്തു കൊടുക്കുകയല്ല ചെയ്യുന്നത്. അങ്ങനെ ഇവർക്കിടയിൽ എന്താണ് ഒരു ജസ്റ്റ് ഇവരെ ഒരു മുന്നോട്ട് നയിക്കുന്ന ഒരു ഗൈഡായിട്ട് ജസ്റ്റ് ഒരു ഗൈഡൻസ് മാത്രമാണ് അദ്ദേഹം കൊടുക്കുന്നത്. പക്ഷെ ആ ഒരു ഗൈഡൻസിന്റെ കീഴില്, ആ മാർഗനിർദ്ദേശങ്ങളുടെ കീഴില് ആ ഇരു പാർട്ടികൾ തമ്മിലുള്ള വ്യത്യാസങ്ങളെ വളരെ യുക്തിപരമായിട്ട് ചർച്ച ചെയ്ത് എന്ത് ചെയ്യാണ്, പരാതികൾ അവിടെ പരിഹരിക്കുകയാണ്. അദ്ദേഹത്തിന് നമ്മൾ കൺസീലിയേറ്റർ എന്നാണ് പറയുക കേട്ടോ. സ്കൂളില് കൺസീലിയേഷൻ, ആ ഒരു പ്രോസസ്സിനെ നമുക്ക് എന്ത് വിളിക്കാം, കൺസീലിയേഷൻ എന്ന് പറയാം. കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് അവർ പറയുന്നുണ്ട്. ഇൻ അതർ വേർഡ്സ്, ഇറ്റ് ഈസ് എ പ്രോസസ് ഇൻ വിച്ച് എ തേർഡ് പാർട്ടി ആഫ്റ്റർ അനലൈസിംഗ് ദ കോൺഫ്ലിക്റ്റ് processes a solution to the conflict with an intent that both the parties involved in conflict give their consent to it. മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ആ ഒരു തേർഡ് പാർട്ടി ഉണ്ടല്ലോ, അവരെന്ത് ചെയ്യും, ആ തർക്കത്തിനെ പറ്റി കൃത്യമായിട്ട് വിശകലനം ചെയ്യും. എന്നിട്ട് ഇരു കക്ഷികൾക്കും പരസ്പര സമ്മതത്തോടു കൂടിയിട്ട് ആ ഒരു പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ആ കൺസീലിയേറ്റർ ആ ഒരു പ്രോസസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മനസ്സിലായോ? അതായത് ആ ഒരു തർക്കം എന്താണ്, അതിനെ പറ്റി കൃത്യമായിട്ട് വിശകലനം ചെയ്തിട്ട് ഇരു കൂട്ടത്തെയും പൂർണ്ണമായ സമ്മതത്തോടു കൂടിയിട്ട് പരാതികൾ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ആ ഒരു ചർച്ചയെ ആര് മുന്നോട്ട് നയിക്കുന്നത്, കൺസീലിയേറ്റർ മുന്നോട്ട് നയിക്കുന്നത്. അപ്പൊ എന്ത് വേണം, അതില് രണ്ടു കൂട്ടരുടെ പൂർണ്ണമായിട്ടുള്ള സമ്മതം വേണം. അവരുടെ പൂർണ്ണമായ സമ്മതത്തോടു കൂടി മാത്രമാണ് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നുള്ളൂ, പരാതികള് പരിഹരിക്കുന്നത്. ഇനി എന്തുകൊണ്ടാണ് നമ്മൾ ഈ മെത്തേഡ് ഉപയോഗിക്കുന്നത്? ഇതിന്റെ പിറകിലും ആദ്യം എന്താന്ന് വെച്ചാല് the main motive behind this method is to resolve the dispute as soon as possible in order to avoid lockouts, strikes, etc. or to reduce its duration if it happens. ഇതിന്റെ പുറകിലെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണെന്ന് അറിയാമോ? നമ്മള് പരമാവധി ലോക്കൗട്ടുകള്, നമ്മള് തൊഴിലുടമകളെയൊക്കെ തടഞ്ഞു വെക്കുക, അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യില്ലേ, ലോക്കൗട്ടുകൾ നടത്താം, പണിമുടക്കുകള്, ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളെയൊക്കെ പരമാവധി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അതിന്റെ ആ ഒരു ഡ്യൂറേഷൻ അത് പരമാവധി കുറയ്ക്കുന്നതിന് മറ്റുമാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് കൊണ്ട് ലക്ഷ്യമിടുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ എന്താണ് കൺസീലിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇരു കക്ഷികൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പരമാവധി കുറച്ച് വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള ഒത്തുതീർപ്പിലോ സമ്മതപരമായ സൊല്യൂഷനിലോ എത്തുന്നതിന് വേണ്ടി മൂന്നാമതൊരു കക്ഷിയുടെ, ഒരു തേർഡ് പാർട്ടിയുടെ, ആ തേർഡ് പാർട്ടിയുടെ പ്രത്യേകത എന്താണ്? അദ്ദേഹം നിഷ്പക്ഷനായ സ്വതന്ത്രനായിട്ടുള്ള ഒരു മൂന്നാമതൊരു കക്ഷിയുടെ സഹായം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പരാതികൾ പരിഹരിക്കുന്ന രീതിയിൽ നമുക്ക് കൺസീലിയേഷൻ എന്നാണ് പറയുന്നത്. അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആ ന്യൂട്രൽ തേർഡ് പാർട്ടിയെ നമുക്ക് കൺസീലിയേറ്റർ എന്ന് പറയാം. അപ്പൊ അദ്ദേഹത്തിന്റെ മാർഗനിർദ്ദേശത്തിൽ വളരെ യുക്തിസഹമായ രീതിയിൽ ചർച്ചകളൊക്കെ നടത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, പരാതികൾ പരിഹരിക്കുകയാണ്. അദ്ദേഹം എന്ത് ചെയ്യുന്ന അറിയോ, ആ തർക്ക വിഷയം എന്താണെന്ന് കൃത്യമായിട്ട് വിശകലനം ചെയ്തിട്ട് രണ്ടു കൂട്ടരുടെ സമ്മതത്തോടു കൂടിയിട്ട് ഒരു പരിഹാരം കാണണം എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ്, ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം ആ പ്രോസസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതുകൊണ്ട് നമ്മൾ ലക്ഷ്യമിടുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ലോക്കൗട്ടുകള്, സ്ട്രൈക്കുകള്, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പരമാവധി കുറയ്ക്കാനും
ഇനി അത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ ആ ഒരു ഡ്യൂറേഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ ഒരു രീതി നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് കേട്ടോ. മനസ്സിലായല്ലോ? ദാറ്റ് ഈസ് കോൾഡ് കൺസീലിയേഷൻ. ഓക്കെ, ഓക്കെ ആണോ? ക്ലിയർ ആണോ? അത് മൂന്നൊന്ന് ജസ്റ്റ് വായിച്ചേ. കളക്റ്റീവ് ബാർഗൈനിങ്ങും മീഡിയേഷനും അതുപോലെ കൺസീലിയേഷനും. ആ മൂന്നൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചേ. അത്രയും നമ്മളെല്ലാവർക്കും ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ? ഇനി നെക്സ്റ്റ് നമുക്ക് അടുത്ത രണ്ട് മെത്തേഡുകളാണ് കേട്ടോ. നാലാമത്തെയാണ് ആർബിട്രേഷൻ. എന്താണ് ആർബിട്രേഷൻ എന്ന് പറയുന്നത്? തൊട്ട് മുമ്പ് പറഞ്ഞല്ലോ. എന്താണ് ഇതിന്റെ പ്രത്യേകത? ദിസ് പ്രോസസ് ഓഫ് ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് ടേക്സ് പ്ലേസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എൻ അൺബൈസ്ഡ് തേർഡ് പാർട്ടി. ഇവിടെ നമ്മൾ എന്താണ് ഒരു നിഷ്പക്ഷനായ മൂന്നാമതൊരു കക്ഷിയുടെ സഹായത്തോട് കൂടിയിട്ട് പരാതികൾ പരിഹരിക്കുന്ന രീതിയാണ് എന്ത് ആർബിട്രേഷൻ എന്ന് പറയുന്നത് കേട്ടോ. എന്താണ് മൂന്നാമതൊരു കക്ഷിയുടെ സഹായത്തോട് കൂടിയിട്ട് നമ്മൾ പരാതികൾ പരിഹരിക്കുന്ന ഒരു രീതിയാണ് ആർബിട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ എങ്ങനെയാന്ന് വെച്ചാല് വിച്ച് സ്റ്റഡീസ് ദ ഇഷ്യൂ ആൻഡ് പ്രൊവൈഡ്സ് ദ പാർട്ടീസ് വിത്ത് ആൻ ഇംപാർഷ്യൽ സൊല്യൂഷൻ. ആ തേർഡ് പാർട്ടി എന്ന് പറയുന്ന വ്യക്തി ഉണ്ടല്ലോ, അതായത് അവർ ഈ ഇരുകക്ഷികളുമായിട്ട് ബന്ധമില്ലാത്ത മൂന്നാമതൊരു വ്യക്തിയാണ്. അപ്പൊ ആ തേർഡ് പാർട്ടി എന്ത് ചെയ്യും? അവര് ഇരുകൂട്ടർക്കും സമ്മതമായിട്ടുള്ള രീതിയിൽ ഒരു ഇംപാർഷ്യൽ ആയിട്ടുള്ള സൊല്യൂഷൻ അദ്ദേഹം കൊടുക്കുകയാണ്. അതായത് ഇന്ന പ്രശ്നങ്ങൾക്ക് ഇന്നതാണ് സൊല്യൂഷൻ എന്ന് അദ്ദേഹം അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ് അല്ലെ. അതെ, അവർക്കൊരു വളരെ ഇംപാർഷ്യൽ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ അവർക്ക് പ്രൊവൈഡ് ചെയ്യാണ്. ഇനി അടുത്തെന്താണ്? ആർബിട്രേഷൻ ഷുഡ് നോട്ട് ബി കൺഫ്യൂസ്ഡ് വിത്ത് ഫോർമൽ കോർട്ട് സിസ്റ്റം. ആർബിട്രേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഔദ്യോഗിക കോടതി സംവിധാനത്തിലല്ല നടക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഡിസിഷൻസ് ആർ നോട്ട് കമ്പൽസറി ഓൾ ദ ടൈം. അതുകൊണ്ട് അവരുടെ തീരുമാനങ്ങൾ എന്ന് പറയുന്നത് നിർബന്ധിതമല്ല. ഓക്കെ, കാര്യം എന്താണ്? ഇതൊരു ഔദ്യോഗികമായിട്ടുള്ള കോടതി സംവിധാനത്തിലൊന്നും അല്ല നടക്കുന്നത്. ഈ തേർഡ് പാർട്ടി ആയിട്ട് വരുന്ന വ്യക്തിക്ക് ഇരു കൂട്ടർക്കും സമ്മതമാണെന്ന് തോന്നുന്ന ഒരു സൊല്യൂഷൻ അവർക്ക് കൊടുക്കാം. ഒരു പരിഹാരം തന്നെ അധികം നിർദ്ദേശിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, ആ പരിഹാരം വേണമെങ്കിൽ അവർക്ക് അനുസരിക്കാം, വേണമെങ്കിൽ വേണ്ട. കാര്യം എന്താണ്? ഇത് ശരിക്കും ഒരു കോടതി സംവിധാനത്തിലല്ല നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ തീരുമാനങ്ങൾ എന്ന് പറയുന്നത് നിർബന്ധിതവുമല്ല. അതായത് അവർ ഇയാളൊരു സൊല്യൂഷൻ കൊടുത്തു, ഇവർക്ക് വേണമെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അവർക്ക് അത് റിജക്ട് ചെയ്യാം. ഓക്കെ, അത്രയേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റ് ആണ് എന്ത് ആർബിട്രേഷൻ. ശരിക്കും പറഞ്ഞാല് മൂന്നാമതൊരു കക്ഷിയുടെ സഹായത്തോടു കൂടി പരാതികൾ പരിഹരിക്കുന്ന രീതിയാണ് ആർബിട്രേഷൻ. ഇവിടെ ഈ വ്യക്തി എന്ത് ചെയ്യാണ്? ഇരു കൂട്ടർക്കും ഇംപാർഷ്യൽ ആയിട്ടുള്ള സൊല്യൂഷൻ കൊടുക്കുവാണ്. പക്ഷെ ആർബിട്രേഷൻ ഒരിക്കലും ഒരു ഔദ്യോഗിക കോടതി സംവിധാനത്തിലല്ല നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ തീരുമാനങ്ങൾ എന്ന് പറയുന്നത് എന്തല്ല, നിർബന്ധിതമല്ല. ഓക്കെ, ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത് അഡ്ജൂഡിക്കേഷൻ എന്ന് പറയുന്നത്. ആർബിട്രേഷന് നേരെ വിപരീതമാണ് എന്ത് അഡ്ജൂഡിക്കേഷൻ എന്ന് പറയുന്നത്. എന്താണ് നമ്മുടെ പ്രത്യേകത നോക്കി? In this method also, the grievances are resolved by the interference of a third party. കണ്ടോ? ഇവിടെ എന്താണ്? മൂന്നാമതൊരു കക്ഷിയുടെ സഹായത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഗ്രീവൻസസുകൾ പരിഹരിക്കുന്നത്. പക്ഷേ എന്താണ് അവിടെ നോട്ട് ചെയ്യേണ്ട പോയിന്റ്? Here the third party is employed by the government and its decisions are also binding. കണ്ടോ? മൂന്നാമതൊരു കക്ഷി എന്ന് പറഞ്ഞാൽ അവരെ നിയമിക്കുന്നത് ആരാണ്? ഗവൺമെന്റ് ആണ്.
ആ തേർഡ് പാർട്ടിനെ നിയമിക്കുന്നത് ഗവൺമെന്റ് ആണ് എന്ന് പറയുമ്പോൾ മിക്കവാറും വല്ല ലേബർ കോടതിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള എന്താണ് ഇതൊക്കെ ആയിരിക്കും കേട്ടോ, ഒരു അഡ്വക്കേറ്റോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അപ്പൊ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ആര് എന്താണ് നിയമിക്കുന്നതാണ്, ഗവൺമെന്റ് നിയമിക്കുന്ന വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ലീഗലി ബൈൻഡിങ് ആണ്, നിയമപരമായിട്ടുള്ള തീരുമാനങ്ങളാണ് എന്ന് പറഞ്ഞാൽ നിർബന്ധമായിട്ടും എന്ത് ചെയ്തിരിക്കണം, പാലിച്ചിരിക്കണം. ഇഷ്ടമാണെങ്കിലും ഇഷ്ടമല്ലെങ്കിലും ആ ഒരു വ്യക്തി നിർദ്ദേശിക്കുന്ന സൊല്യൂഷൻ എന്താണോ അത് കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കണം, അവിടെ പാലിച്ചിരിക്കണം. ഓക്കെ. Sometimes the consent of parties involved is asked before referring the grievances to adjudication, and sometimes the government can refer it on its own. അപ്പൊ സാധാരണയായിട്ട് നമ്മൾ ഇരു കക്ഷികളുടെയും സമ്മതത്തോടു കൂടിയാണ് നമ്മൾ ആ കേസ് കോടതിയിലോട്ട് വിടുന്നത് കേട്ടോ. പിന്നെ ചില സിറ്റുവേഷനിൽ നമുക്ക് ഗവൺമെന്റിന് അവരുടെ സ്വന്തം അധികാരം ഉപയോഗിച്ചും നേരിട്ട് എന്ത് ചെയ്യാം, കേസുകൾ വേണമെങ്കിൽ കോടതിയിലേക്ക് വിടാവുന്നതാണ്. പൊതുവെ നമ്മളൊരു കോർട്ടിലോട്ട് നമുക്കറിയാം ഇതിന്റെ പ്രത്യേകിച്ച് ഫോർമൽ കോർട്ട് സിസ്റ്റത്തിലാണ് നടക്കുന്നത്. അഡ്ജൂഡിക്കേഷന്റെ പ്രത്യേകത അതാണ്. ഓക്കെ, ജുഡീഷ്യറി നമുക്ക് കേൾക്കുമ്പോൾ കോടതിയാണ് അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവർ ഫോർമൽ ആയിട്ടൊരു കോടതി സംവിധാനത്തിൽ തന്നെ നടക്കുന്നത് കൊണ്ട് അതിന്റെ തീരുമാനങ്ങൾ വളരെ നിർബന്ധമായിട്ട് പാലിച്ചിരിക്കണം. ഓക്കെ. അപ്പോ പല സമയങ്ങളിലും എന്ത് ചെയ്യാം, ഇവരുടെ ഇരുകക്ഷികളുടെ സമ്മതത്തോടു കൂടിയൊക്കെയാണ് കേസ് മറ്റു കോടതിയിലോട്ട് പോകുന്നത്. പക്ഷെ ചില സാഹചര്യത്തിൽ ഗവൺമെന്റിന് അവരുടെ സ്വന്തം അധികാരം ഉപയോഗിച്ച് കേസ് എന്ത് ചെയ്യാം, ഈ പറയുന്ന തർക്കങ്ങൾ ആർക്ക് വിടാം, കോടതിയുടെ മുന്നിലേക്ക് വിടാവുന്നതാണ്. നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. ആർബിട്രേഷനും അഡ്ജുഡിക്കേഷനും തമ്മിലുള്ള വ്യത്യാസമാണ് അവിടെ നിങ്ങൾ നോട്ട് ചെയ്യുന്നത്. ആർബിട്രേഷനിലായാലും അഡ്ജുഡിക്കേഷനിലായാലും നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഒരു തേർഡ് പാർട്ടിയുടെ സഹായത്തോടു കൂടി തന്നെയാണ് രണ്ടിലും നമ്മൾ പരാതികൾ പരിഹരിക്കുന്നത്. പിന്നെ വ്യത്യാസം എന്താണ്, ആർബിട്രേഷനിൽ ആ തേർഡ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അദ്ദേഹം ഒരു സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യാണ്. ആ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു ഔദ്യോഗിക കോടതി സംവിധാനത്തിലല്ല നടക്കുന്നത്, അതുകൊണ്ട് അത് നിർബന്ധിതമാക്കാറില്ല. പക്ഷെ അഡ്ജൂഡിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ ശരിക്കും കൃത്യമായിട്ടൊരു കോടതി സംവിധാനത്തിൽ നടക്കുന്നത് കൊണ്ട് ആ തേർഡ് പാർട്ടി എന്ന് പറയുന്ന വ്യക്തിയെ നിയമിക്കുന്നത് ഗവൺമെന്റ് ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ അവിടെ നിർബന്ധമായിട്ടും പാലിച്ചിരിക്കണം. ഓക്കെ, അതാണ് അഡ്ജൂഡിക്കേഷൻ തമ്മിലും ആർബിട്രേഷനും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ നിങ്ങൾക്ക് വീണ്ടും ഒരു സംശയം, ഇതിന് തൊട്ട് മുമ്പ് നമ്മളൊരു കൺസിലിയേറ്ററിനെ പറ്റി പറഞ്ഞില്ലേ, അയാളും ഒരു തേർഡ് പാർട്ടി അല്ലേ, പിന്നെ എന്താ അവിടെ വരുന്ന വ്യത്യാസം എന്താണ്, ഒരു കൺസിലിയേറ്റർ എന്ന് പറയുമ്പോൾ തേർഡ് പാർട്ടിയാണ്. പക്ഷെ അദ്ദേഹം അവിടെ സൊല്യൂഷൻ ഒന്നും കൊടുക്കുന്നില്ല. അദ്ദേഹം എന്താ ചെയ്യുന്നത്, ജസ്റ്റ് ഓൺലി ഗൈഡൻസ് മാത്രമേ കൊടുക്കുന്നുള്ളൂ, ജസ്റ്റ് ഒരു മാർഗനിർദ്ദേശങ്ങൾ മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ ഒരു റോള് മാത്രമേ ആയിട്ടുള്ളൂ ഇവിടെ കൺസിലിയേറ്റർ. അല്ലാണ്ട് സൊല്യൂഷൻ ഒക്കെ കൊടുക്കാൻ മാത്രമുള്ള ഒരു റോൾ അദ്ദേഹത്തിനില്ല. എല്ലാവരെയും ഒന്ന് എന്ത് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ എന്ത് ചെയ്യണം, അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുക എന്ന വളരെ ചെറിയൊരു റോള് മാത്രമേ കൺസിലിയേറ്റർക്കുള്ളൂ. അതേസമയം നമ്മൾ ആർബിട്രേഷൻ അഡ്ജുഡിക്കേഷൻ എന്ന് പറയുമ്പോൾ മൂന്നാമതൊരു കക്ഷി ആയിട്ടൊരു സൊല്യൂഷൻ ആണ് കൊടുക്കുന്നത്. ഓക്കെ, സൊല്യൂഷൻ കൊടുത്താൽ അത് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ വേണ്ട, ആ രീതിയിലുള്ളതാണ് ആർബിട്രേഷൻ. ലീഗലി ബൈൻഡഡ് അല്ല. പക്ഷെ അഡ്ജുഡിക്കേഷൻ എന്ന് പറയുമ്പോൾ തികച്ചും ഒരു കോടതി സംവിധാനത്തിൽ നടക്കുന്നത് കൊണ്ട് തന്നെ അവിടെ ഈ പറയുന്ന തീരുമാനങ്ങൾ നിർബന്ധമായിട്ടും പാലിച്ചിരിക്കണം എന്നാണ്. ഓക്കെ, ഇതാണ് 5 മെത്തേഡ് ഓഫ് റെസൊല്യൂഷൻ. നടത്തരുത് കേട്ടോ. ഇതിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. കളക്റ്റീവ് ബാർഗൈനിങ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്ഥാപനത്തിന്റെ ജീവനക്കാരുടെ പ്രതിനിധികളായിട്ട് യൂണിയൻ റെപ്രസെന്റേറ്റീവ്സും മാനേജ്മെന്റും അവർ ഒരുമിച്ച് ചേർന്ന് ചർച്ചകൾ ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന രീതിയാണ് കളക്റ്റീവ് ബാർഗൈനിങ്. മീഡിയേഷൻ എന്ന് പറഞ്ഞാൽ ഇതൊരു വോളണ്ടറി മെത്തേഡ് ഓഫ് ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് ആണ്. സ്വമേധയാ പരാതികൾ പരിഹരിക്കുന്ന രീതിയാണ്. ഇവിടെ നമ്മൾ തേർഡ് പാർട്ടിയുടെ സഹായം ഉപയോഗിക്കുന്നുണ്ടോ, ഇല്ല അല്ലെ. പിന്നെ മറ്റ് ഔദ്യോഗിക നടപടികള് ഫലവത്താവാത്ത സാഹചര്യത്തിലാണ് നമ്മൾ മീഡിയേഷൻ ഉപയോഗിക്കുന്നത്. കൺസീലിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ അഭിപ്രായ വ്യത്യാസങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും ഒത്തുതീർപ്പോടുകൂടിയ തീരുമാനത്തിൽ എത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് കൺസിലിയേഷൻ. അവിടെ നമ്മൾ മൂന്നാമതൊരു കക്ഷി കൺസിലിയേറ്ററിന്റെ സഹായം തേടുന്നുണ്ട്. പക്ഷെ കൺസിലിയേറ്റർ റോൾ എന്ത് മാത്രമാണ്, ഓൺലി ജസ്റ്റ് എവിഡൻസ് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് അദ്ദേഹത്തിന്റെ ഒരു റോളായിട്ട് പറയുന്നത് കേട്ടോ. ആർബിട്രേഷൻ എന്ന് പറയുമ്പോൾ മൂന്നാമതൊരു കക്ഷിയുടെ സാന്നിധ്യത്തിൽ പരാതികൾ പരിഹരിക്കുന്നു. ഈ പറയുന്ന വ്യക്തി അവർക്കൊരു ഇംപാർഷ്യൽ സൊല്യൂഷൻ എടുത്ത് കൊടുക്കുകയാണ്. അതൊരു പ്യുവർ കോടതി സംവിധാനത്തിലല്ല നടക്കുന്നത്, അതുകൊണ്ട് അത് നിർബന്ധിതമാക്കാറില്ല. അഡ്ജുഡിക്കേഷൻ എന്ന് പറയുമ്പോൾ ജുഡീഷ്യറി എന്നൊക്കെ കേൾക്കുന്നത് നമുക്കറിയാം, ഒരു പ്യുവർ കോടതി സംവിധാനത്തിലാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, അവിടുത്തെ തീരുമാനങ്ങൾ എന്ന് പറയുന്നത് ലീഗലി ബൈൻഡിങ് ആണ്. എന്ന് വെച്ചാൽ നിർബന്ധമായിട്ടും അവിടെ പാലിച്ചിരിക്കണം എന്നുള്ളത് നിർബന്ധമാക്കുന്നത് കാര്യമാണ്. ക്ലിയർ ആയോ? 5 റെസൊല്യൂഷൻ മെത്തേഡുകൾ ഓക്കെ അല്ലേ നിങ്ങൾക്ക്? ഓക്കെ, ഒന്ന് വായിച്ചു നോക്കി.
ഓക്കെ, ക്ലിയർ ആയ ഇത്രയും ഭാഗങ്ങള് എല്ലാവർക്കും ഓക്കെ ആണോ? അപ്പൊ വോളണ്ടറി മെത്തേഡ് ഓഫ് ഗ്രീവൻസ് റെസൊല്യൂഷൻ മെത്തേഡ് എന്ന് പറഞ്ഞേ. വോളണ്ടറി മെത്തേഡ് ഏതാണെന്ന്, വോളണ്ടറി ഗ്രീവൻസ് റെസൊല്യൂഷൻ മെത്തേഡ് ഏതാന്ന് പറയാമോ? വോളണ്ടറി ഏതാണെന്ന് പറയാമോ? ഓക്കെ, വെരി ഗുഡ്, കറക്റ്റ് ആണ് കേട്ടോ. തസ്ലീമ കറക്റ്റ് ആണ്. മീഡിയേഷൻ. ഓക്കെ, പറഞ്ഞത് കറക്റ്റ് ആണ് കേട്ടോ. മീഡിയേഷൻ ആണ്. ഓക്കെ, കറക്റ്റ് ആണ്. പിന്നെ അടുത്തത് ഞാൻ ചോദിക്കട്ടെ, നമ്മളൊരു പ്യുവർ അതായത് ഒരു ഫോർമൽ കോർട്ട് സിസ്റ്റത്തില് നമ്മൾ പരാതികൾ പരിഹരിക്കുന്ന രീതി ഏതാന്ന് പറയാമോ? ഒരു ഫോർമൽ കോർട്ട് സിസ്റ്റത്തില് പരാതികൾ പരിഹരിക്കുന്ന രീതി എന്താണെന്ന് പറയാമോ? ഫോർമൽ കോർട്ട് സിസ്റ്റത്തില് അഡ്ജൂഡിക്കേഷൻ എളുപ്പമാണ്. ജുഡീഷ്യറി എന്നൊക്കെ കേൾക്കുമ്പോ, ജുഡീഷ്യൽ എന്നൊക്കെ കേൾക്കുന്നത് കോടതിയല്ലേ മക്കളെ ഓർമ്മ വരുന്നത്? അങ്ങനെയാണെങ്കിൽ അഡ്ജൂഡിക്കേഷൻ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം അതൊരു ഫോർമൽ കോടതി സിസ്റ്റത്തിലാണ് നടക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ എന്തായാലും കോടതിയിലേക്ക് കേസ് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ഈ കക്ഷികളുടെ സമ്മതം ചോദിക്കും. അവരുടെ സമ്മതത്തോടു കൂടി മാത്രമാണ് നമ്മൾ പൊതുവെ ഗ്രീവൻസുകൾ എങ്ങോട്ടേക്ക് വിടുന്നത്? കോടതിയിലോട്ട് വിടുന്നത് കേട്ടോ. വളരെ അപൂർവം കേസിൽ മാത്രമാണ് ഗവൺമെന്റ് സ്വന്തം അധികാരം ഉപയോഗിച്ച് ആരോടും ചോദിക്കാതെ അവരുടെ സ്വന്തം ഗവൺമെന്റിന്റെ അധികാരം ഉപയോഗിച്ച് ചില കേസുകൾ ഈ പറഞ്ഞ പോലെ നേരെ കോടതിയിലേക്ക് വിടാറുണ്ട്. പൊതുവെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇരുപക്ഷങ്ങളുടെ സമ്മതത്തോട് കൂടിയിട്ടാണ് കോടതിയിലൂടെ കേസുകൾ അറിഞ്ഞു വിടാറ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഒരു ഫോർമൽ കോർട്ട് സിസ്റ്റത്തിലല്ലാതെ ഒരു തേർഡ് പാർട്ടിയുടെ സമ്മതത്തോട് കൂടിയിട്ട് പരാതികൾ പരിഹരിക്കുന്നത്, തേർഡ് പാർട്ടിയുടെ സഹായത്തോടെ പരാതികൾ പരിഹരിക്കുന്ന രീതി ഏതാണെന്ന് പറയാമോ? അതേത് രീതിയാണെന്ന് പറയാം? ആർബിട്രേഷൻ. കറക്റ്റ് ആണ്, ആർബിട്രേഷൻ ആണ്. ഇനി ഒരു തേർഡ് പാർട്ടിയുടെ ഗൈഡൻസോട് കൂടിയിട്ട്, അതിന് സൊല്യൂഷൻ അല്ല അവിടെ കൊടുക്കുന്നത്, ഗൈഡൻസോട് കൂടിയിട്ട് അല്ലെ, അതിന്റെ ഒരു ഗൈഡൻസിന് പരാതികൾ പരിഹരിക്കുന്ന രീതി ഏതാണ്? അതൊന്ന് പറയാമോ? കൺസിലിയേഷൻ. ഓക്കെ, കറക്റ്റ് ആണ്, കൺസിലിയേഷൻ. ഓക്കെ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചോദിച്ചത്. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനായിട്ടുള്ളത് എസെൻഷ്യൽസ് ഓഫ് ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ. അതായത് ഒരു നല്ല ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയറിന് ഉണ്ടായിരിക്കേണ്ട അവശ്യ ഘടകങ്ങൾ എന്തൊക്കെയാണ്? അതായത് ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ ഏറ്റവും ഫലവത്തായ രീതിയിൽ നടപ്പിലാക്കുന്നതിന് ഉണ്ടായിരിക്കേണ്ട എസെൻഷ്യൽസുകൾ, അവശ്യ ഘടകങ്ങൾ എന്തൊക്കെയാണ്? അപ്പൊ നിങ്ങൾക്ക് അതിനകത്ത് പഠിക്കാനുള്ളത് പ്രധാനമായിട്ടും 6 പോയിന്റുകളുണ്ട്. ഒന്ന്, ആക്സെപ്റ്റബിലിറ്റി, സ്വീകാര്യത. 2, പ്രോംപ്റ്റ്നെസ്. പ്രോംപ്റ്റ്നെസ് നമ്മൾ നേരിടാനുള്ള അർത്ഥമുണ്ട്. പിന്നെ കൃത്യസമയത്തുള്ള നടപടിയാണ്, കൃത്യസമയത്തുള്ള നടപടി. 3, ലീഗൽ സാങ്ക്ടിറ്റി, നിയമസാധുത. 4, സിംപ്ലിസിറ്റി. പിന്നെ 5, ട്രെയിനിങ്. 6, ഫോളോ അപ്പ്. ഇതൊക്കെയാണ് എസെൻഷ്യൽസ് ഓഫ് ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ. ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയറുടെ എസെൻഷ്യൽസ്, അവശ്യ ഘടകങ്ങളായിട്ട് നമ്മൾ പറയുന്നത് ഇതൊക്കെയാണ്. ഓരോന്നും എന്താ നോക്കാം. ഫസ്റ്റ് വൺ, ആക്സെപ്റ്റബിലിറ്റി, സ്വീകാര്യത എന്ന് പറയുന്നത് അല്ലെ. നോക്കുക, ഗ്രീവൻസ് പ്രൊസീജിയർ ഷുഡ് ബി ഡെവലപ്ഡ് ആഫ്റ്റർ ഡിസ്കഷൻ വിത്ത് മാനേജ്മെന്റ്, വർക്കേഴ്സ് ആൻഡ് ദ യൂണിയൻ സോ ദാറ്റ് ദേ ആർ ആക്സെപ്റ്റബിൾ ബൈ എവരിബഡി. ഫോളോയിങ് ഗൈഡ്ലൈൻസ് മസ്റ്റ് ബി കൺസിഡർഡ് ഫോർ മേക്കിംഗ് ഇറ്റ് ആക്സെപ്റ്റബിൾ. അതായത് നമ്മൾ എപ്പോഴും ഗ്രീവൻസ് പ്രൊസീജിയർ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് നമ്മുടെ മാനേജ്മെന്റും വർക്കേഴ്സും യൂണിയനും അവരെല്ലാവരുമായിട്ട് ചർച്ച ചെയ്ത് അവരുടെ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി മാത്രമാണ് നമ്മൾ ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ എന്ത് ചെയ്യുന്നത്? ഡെവലപ്പ് ചെയ്യുന്നത് അല്ലെ. അവരുടെ കൂടെ, അവരോടൊപ്പം കൂടെ നമ്മൾ ചർച്ച ചെയ്യണം. എങ്കിൽ മാത്രമാണ് നമുക്കത് എല്ലാവർക്കും അത് ആക്സെപ്റ്റബിൾ ആവുള്ളൂ അല്ലെ. നമ്മളിപ്പോ ആരോട് ചോദിക്കാതെ സ്വന്തമായിട്ട് തീരുമാനം ശരിയാവുമോ? ഇല്ല. മാനേജ്മെന്റിനോടായാലും വർക്കേഴ്സിനോടായാലും യൂണിയനോടായിട്ടും ചർച്ച ചെയ്ത് അങ്ങനെ വേണം നമ്മൾ ആ ഒരു ഗ്രീവൻസ് പ്രൊസീജിയർ ഡെവലപ്പ് ചെയ്തെടുക്കാൻ. എങ്കിൽ മാത്രമാണ് അത് എല്ലാവർക്കും ആക്സെപ്റ്റബിൾ ആവുന്നത്. ഇനി അവർക്ക് ആക്സെപ്റ്റബിൾ ആവണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, പ്രിൻസിപ്പിൾസ് ഓഫ് ഫെയർനെസ് ആൻഡ് ജസ്റ്റിസ് ടുവേർഡ്സ് വർക്കേഴ്സ് മസ്റ്റ് ടു ബി ഫോളോഡ് കേട്ടോ. നമ്മൾ ഈ പറയുന്ന ജീവനക്കാരോടുള്ള ആ ഒരു നീതിയും ന്യായവും എപ്പോഴും നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഫോളോ ചെയ്തിരിക്കണം. വർക്കേഴ്സിനോട് വളരെ ന്യായമായിട്ട്, വളരെ നീതിപരമായിട്ട് നമ്മൾ അവരോട് പെരുമാറിയിരിക്കണം. അതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഫെയർനെസ് ആൻഡ് ജസ്റ്റിസ് ടുവേർഡ്സ് വർക്കേഴ്സ്. വർക്കേഴ്സിനോട് വളരെ നീതിയും ന്യായപരവുമായ രീതിയിൽ പ്രവർത്തിക്കണം എന്ന തത്വം അത് നമ്മൾ എപ്പോഴും ഫോളോ ചെയ്തിരിക്കണം. രണ്ടാമത്തത്, മാനേജേഴ്സ് മസ്റ്റ് കമാൻഡ് റീസണബിൾ പവർ.
മാനേജർമാർക്ക് അത്യാവശ്യം അധികാരം ഉണ്ടായിരിക്കണം അല്ലെ. മാനേജർമാർക്ക് ഒരു എന്താണ് റീസണബിൾ പവർ ഉണ്ടായിരിക്കണം അല്ലെ. ഒരു ആവശ്യത്തിനുള്ള ഒരു അധികാരം അവർക്ക് ഉണ്ടായിരിക്കണം. അവരും സാറ്റിസ്ഫൈഡ് ആയിരിക്കും. മൂന്നാമത് സിഗ്നിഫിക്കന്റ് പാർട്ടിസിപ്പേഷൻ ഓഫ് ദ ട്രേഡ് യൂണിയൻ. ട്രേഡ് യൂണിയനുകളുടെ സജീവമായിട്ടുള്ള പങ്കാളിത്തം. ട്രേഡ് യൂണിയനിന്റെ സജീവമായിട്ടുള്ള പങ്കാളിത്തം. ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമുക്ക് ആക്സെപ്റ്റബിലിറ്റി കുറച്ചും കൂടെ കൂട്ടാൻ പറ്റും. എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞത്, ഒന്ന് നമ്മള് എന്താണ് ജീവനക്കാരോട് വളരെ മാന്യമായിട്ട് വളരെ നീതിപൂർവ്വം പെരുമാറണം എന്ന തത്വം പാലിക്കപ്പെടണം. മാനേജർമാർക്ക് ആവശ്യത്തിനുള്ള അധികാരം നൽകിയിരിക്കണം. അതുപോലെ ട്രേഡ് യൂണിയന്റെ സജീവമായിട്ടുള്ള ഒരു പങ്കാളിത്തം. ഈ മൂന്ന് കാര്യങ്ങളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാനേജ്മെന്റിനും വർക്കേഴ്സിനും യൂണിയനും ഇടയിലുള്ള ആ ഒരു ഡിസ്കഷൻ അല്ലെ, അത് നമുക്ക് കുറെ കൂടെ ആക്സെപ്റ്റബിൾ ആക്കി മാറ്റാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് വരുന്നതാണ് പ്രോംപ്റ്റ്നെസ് കേട്ടോ. പ്രോംപ്റ്റ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേഗത്തിലുള്ള നടപടികളാണ്. വേഗത്തിലും കൃത്യതയിലുമുള്ള നടപടികളാണ് കേട്ടോ. നോക്കാം. Prompt handling of grievances should be the objective of grievance procedure. This can be done in the following manner. അതായത് ഒരു ഗ്രീവൻസ് പ്രൊസീജിയറിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? പ്രോംപ്റ്റ് ഹാൻഡ്ലിംഗ് ഓഫ് ഗ്രീവൻസ് ആണ്. വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ പരാതികള് കൈകാര്യം ചെയ്ത് തീർക്കുക എന്നുള്ളത് തന്നെയാണ് ഗ്രീവൻസ് പ്രൊസീജിയറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോ അങ്ങനെ വളരെ പെട്ടെന്ന് കൃത്യസമയത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് നടപടികളും മറ്റും എടുക്കുന്നതിന് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും? ഒന്നാമത്തത്, ഗ്രീവൻസസ് ഷുഡ് ബി അഡ്രസ്ഡ് അറ്റ് ഇനീഷ്യൽ ലെവൽ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. ഗ്രീവൻസസ് ഷുഡ് ബി അഡ്രസ്ഡ് അറ്റ് ഇനീഷ്യൽ ലെവൽ. പരാതികൾ എപ്പോഴും നമ്മൾ പ്രാരംഭഘട്ടത്തിൽ തന്നെ നമ്മൾ അഭിമുഖീകരിക്കണം. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഗ്രീവൻസ് ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ്, അത് പിന്നീട് വലിയ തർക്കത്തിലോട്ട് മാറുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന വളരെ പ്രാരംഭഘട്ടത്തിൽ തന്നെ വളരെ ചെറുതിലേ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അത്തരം പരാതികള് അഭിമുഖീകരിച്ചിരിക്കണം. അതായത് അവിടെ വെച്ച് നമ്മൾ അത് ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിക്കണം. അധികം വലിയ ഇതിലേക്ക് പോകാൻ. അതുപോലെ മൾട്ടിപ്പിൾ അപ്പീൽസ് ഷുഡ് ബി അവോയ്ഡഡ്. ഒന്നിലധികം അപ്പീലുകൾ വരുന്നത് ഒഴിവാക്കാം അല്ലെ. ഒന്നിലധികം അപ്പീലുകൾ വരുന്ന ഒഴിവാക്കാം. നമ്മൾ സാധാരണ എപ്പോഴും അപ്പീല് പോവുക, നമുക്കൊരു പരാതി വന്നു, നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു സൊല്യൂഷൻ നമ്മൾ കമ്മിറ്റിയോട് ചോദിച്ചു. പക്ഷെ എന്താണ് സൊല്യൂഷൻ നമുക്ക് തന്ന അല്ലെങ്കിൽ നമ്മളുടെ കമ്മിറ്റി തന്ന സൊല്യൂഷൻ നമ്മൾ തൃപ്തനല്ല എന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അപ്പീല് കൊടുക്കാം അല്ലെ. അപ്പൊ പൊതുവെ നമ്മൾ മൾട്ടിപ്പിൾ അപ്പീൽസ് ഷുഡ് ബി അവോയ്ഡ്. ഒന്നിലധികമുള്ള അപ്പീലുകൾ അവോയ്ഡ് ചെയ്യണം എന്ന് പറയുമ്പോൾ നമ്മൾ പരമാവധി ഒരു തവണ തന്നെ പരാതികൾ നമുക്ക് എത്രയും പെട്ടെന്ന് പരിഹരിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. തിരിച്ചു തീർക്കുമ്പോഴാണ് ഈ അപ്പീലിന്റെ കാര്യങ്ങളൊക്കെ വരുന്നത് അല്ലെ. ഓക്കെ, പിന്നെ എന്താണ്? സ്ട്രിക്റ്റ് എൻഫോഴ്സ്മെന്റ് ഓഫ് ദ പ്രിസ്ക്രൈബ്ഡ് ടൈം ലിമിറ്റ് ഈച്ച് ലെവൽ. അതുപോലെ തന്നെ ഓരോ ഘട്ടത്തിലും, അതായത് ഗ്രീവൻസ് റിട്രസൽ പ്രൊസീജിയറിന്റെ ഓരോ ഘട്ടത്തിലും ഒരു നിശ്ചിത സമയക്രമം കൃത്യമായി പാലിച്ചിരിക്കും. നമ്മൾ ഗ്രീവൻസ് റിട്രസൽ പ്രൊസീജിയർ പഠിച്ചില്ലേ? അതിന്റെ ഒരു വിവിധ സ്റ്റെപ്പുകളൊക്കെ നമ്മൾ കണ്ടില്ലേ? 6 സ്റ്റെപ്പുകളോടെ നമ്മൾ പഠിച്ചിരുന്നു അല്ലെ. ഐഡന്റിഫിക്കേഷൻ ഓഫ് ഗ്രീവൻസസ്, ഡിഫൈൻ കറക്റ്റ്ലി, ഡാറ്റ കളക്ഷൻ എന്ന് പറഞ്ഞ ഓരോരോ ഘട്ടങ്ങളുണ്ട് അല്ലെ. അപ്പൊ ഓരോ ഘട്ടത്തിലും ഓരോ ഘട്ടത്തിലും എന്ത് വേണം പറയുന്നത്? ഓരോ ഘട്ടത്തിലും കർശനമായിട്ടുള്ള ആ ഒരു സ്ട്രിക്റ്റ് എൻഫോഴ്സ്മെന്റ്, ഓരോ ഘട്ടത്തിലും ഒരു കർശനമായിട്ടുള്ള നടപടികൾ എടുക്കേണ്ടത് ആവശ്യമാണ്. പിന്നെ അടുത്ത എന്താണ്? ഗ്രീവൻസസ് ഷുഡ് ബി ഫോർവേഡ് ടു ദ കൺസേൺഡ് അതോറിറ്റി. ഇതുപോലെ ഇങ്ങനെയുള്ള പരാതികൾ ബന്ധപ്പെട്ട അധികാരികളിലേക്ക് അറിയിച്ചിരിക്കണം. ഒളിച്ചു വെക്കല്ല വേണ്ടത്. ഇങ്ങനെയുള്ള ഗ്രീവൻസസുകള് കൺസേൺഡ് അതോറിറ്റീസ്, ബന്ധപ്പെട്ട അതോറിറ്റികളിലേക്ക് ഫോർവേഡ് ചെയ്തിരിക്കണം. ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രോംപ്റ്റ്നെസ് വർദ്ധിപ്പിക്കാൻ പറ്റും, വേഗത വർദ്ധിപ്പിക്കാൻ പറ്റും. ഇതൊക്കെ വളരെ പ്രാരംഭഘട്ടത്തിൽ തന്നെ ഗ്രീവൻസുകളെ നമ്മൾ പരിഹരിക്കുക എന്നുള്ളതാണ്. ഒന്നിലധികം തവണയുള്ള അപ്പീലുകൾ ഒഴിവാക്കാനും അതുപോലെ തന്നെ ഓരോ ഘട്ടത്തിലും ഒരു സമയക്രമം പാലിക്കുക. അതുപോലെ നമ്മൾ ഈ പറയുന്ന പരാതികള് ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗ്രീവൻസുകള് അധികം സമയം വൈകാതെ പ്രോംപ്റ്റ് ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ. അടുത്തതാണ് ലീഗൽ സാനിറ്റി അഥവാ നിയമസാധുത എന്ന് പറയും. എന്താണ് പറയുന്നത്? The grievance procedure must comply with the existing legislation. നമ്മുടെ ഗ്രീവൻസ് പ്രൊസീജിയർ എന്ന് പറയുന്നത് നിലവിലുള്ള നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും വിധേയമായിരിക്കണം. ഓക്കെ, the grievance procedure must comply with the existing legislation. നമ്മൾ ഈ പറയുന്ന ഗ്രീവൻസ് പ്രൊസീജിയറുകള് തീർച്ചയായിട്ടും നിലവിലുള്ള നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും വിധേയമായിരിക്കണം. It must be formed as an addition to the statutory provisions. നേരത്തെ പറഞ്ഞ പോലെ തന്നെ
നമ്മൾ ലീഗൽ ആയിട്ടുള്ള എല്ലാ സ്റ്റാൻഡേർഡുകളും കൃത്യമായിട്ട് അതിലേക്ക് ആഡ് ചെയ്യുന്നത് അല്ലെ. അങ്ങനെയാണ് നിയമപരമായിട്ടാണ് നമ്മൾ പരാതികൾ പരിഹരിക്കുന്നത്. The grievance machinery as given under laws should be followed. അതുപോലെ നമ്മള് നേരത്തെ പറഞ്ഞ ഗ്രീവൻസ് മെഷീനറി ഉണ്ടല്ലോ, ഗ്രീവൻസ് സംവിധാനം ഇത് പരമാവധി നമ്മൾ പ്രയോജനപ്പെടുത്തണം. പ്രത്യേകിച്ച് ഗ്രീവൻസ് മെഷീനറി നമ്മൾ എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും പാലിച്ചുകൊണ്ടായിരിക്കണം നമ്മളത് ഉപയോഗിക്കേണ്ടത്. Collective bargaining agreement or standing orders of the organization may contain the details of the procedure. അതുപോലെ തന്നെ നമ്മുടെ സ്ഥാപനത്തിന്റെ സ്റ്റാൻഡിംഗ് ഓർഡറുണ്ട്, അത് കൃത്യമായിട്ട് അതിനകത്ത് നമ്മൾ നിർവചിച്ചിരിക്കണം. അതുപോലെ തന്നെ ജനങ്ങളുടെ ചർച്ചയിലൂടെ, ജനങ്ങൾ മീൻസ് എംപ്ലോയീസിന്റെ ചർച്ചയിലൂടെയുള്ള ആ ഒരു കരാറുണ്ടല്ലോ, അവരുടെ ആ ഒരു കളക്റ്റീവ് ആയിട്ടുള്ള ചർച്ചയിലൂടെ ആ ഒരു കരാറിലെ വ്യവസ്ഥകളും കൃത്യമായിട്ട് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നുണ്ട് കേട്ടോ. അതായത് നമ്മൾ എപ്പോഴും എന്താണ് ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ നിയമപരമായിട്ടാണ് നമ്മൾ നിയമപരമായിട്ടുള്ള ചട്ടങ്ങൾക്കും മാർഗങ്ങൾക്കും വിധേയമായിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നത്, ഗ്രീവൻസ് പ്രൊസീജിയർ കൈകാര്യം ചെയ്യുന്നത്. അടുത്തതാണ് സിംപ്ലിസിറ്റി. സിംപ്ലിസിറ്റിയിൽ എന്താ പറയുന്നത്? The grievance procedure must have fewer steps. Grievance procedure വളരെ കുറച്ച് സ്റ്റെപ്സുകൾ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഒരുപാട് ഘട്ടങ്ങൾ അതിൽ ഉണ്ടാവാനായിട്ട് പാടില്ല. Employees must be informed about the concerned officers and the entire procedure of grievance act. മാത്രമല്ല നമ്മൾ ഗ്രീവൻസ് ഹാൻഡ്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട പ്രൊസീജിയറുകള് അല്ലെ, അതെല്ലാം കൈകാര്യം ചെയ്യാനായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും അതുപോലെ എംപ്ലോയീസിന് കൃത്യമായിട്ട് വിവരങ്ങൾ കൊടുത്തിരിക്കണം. മനസ്സിലായല്ലോ? അതായത് ഗ്രീവൻസ് ഹാൻഡ്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഓഫീസേഴ്സിനെയും മറ്റു വിവരങ്ങൾ നമ്മൾ എംപ്ലോയീസിന് എന്ത് ചെയ്തിരിക്കണം, അറിയിച്ചിരിക്കണം. സിംപ്ലിസിറ്റി ആണ്. ഒരുപാട് സ്റ്റെപ്സുകൾ, ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നീണ്ടു നിൽക്കുന്ന സ്റ്റെപ്സുകളോ കാര്യങ്ങളോ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യാം, പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ്. അഞ്ചാമത്തത് ട്രെയിനിങ് ആണ്, പരിശീലനം. To ensure effective working of the grievance procedure, the supervisors and trade union representatives must be provided training for handling grievance. അതുപോലെ തന്നെ നമ്മുടെ ഗ്രീവൻസ് പ്രൊസീജിയറിന്റെ ഇഫക്റ്റീവ്നെസ് അതിന്റെ ഫലപ്രാപ്തി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പറയുന്ന സൂപ്പർവൈസേഴ്സും യൂണിയൻ റെപ്രസെന്റേറ്റീവ്സിനും ആവശ്യമായിട്ടുള്ള പരിശീലനം കൊടുക്കണം. അതായത് ഗ്രീവൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നതിനെ പറ്റിയിട്ട് സൂപ്പർവൈസർമാർക്കും യൂണിയൻ റെപ്രസെന്റേറ്റീവിനും കൃത്യമായിട്ടുള്ള പരിശീലനം കൊടുത്തിരിക്കണം. ഓക്കെ, പിന്നെ ഫോളോ അപ്പ് ആണ്, തുടർ ചികിത്സകളാണ് അല്ലെ. The procedure of grievance must be regularly reviewed ആണ് അല്ലെ. തുടർ നടപടികളാണ് കേട്ടോ. നമ്മൾ എന്ത് ചെയ്യണം, ആ ഗ്രീവൻസിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ നമ്മൾ റെഗുലർ ആയിട്ട് റിവ്യൂ ചെയ്യണം, അവലോകനം ചെയ്യണം. ഇമ്പോർട്ടന്റ് മോഡിഫിക്കേഷൻസ് മസ്റ്റ് ബി ഡൺ ഫ്രം ടൈം ടു ടൈം in order to make it more effective. നമ്മൾ അതിന്റെ ആവശ്യാനുസരണം നമ്മൾ ഓരോ ടൈമിനനുസരിച്ച് ഒരു കാലാകാലങ്ങൾക്ക് അനുസരിച്ച് അതിന് വേണ്ട മാറ്റങ്ങൾ വരുത്തി അത് കുറേയും കൂടെ ഫലപ്രദമാക്കി മാറ്റണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പ്രൊസീജിയറുകൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ റിവ്യൂ ചെയ്യണം, അവലോകനം ചെയ്യണം. എന്നിട്ട് അതിന് ആവശ്യമായിട്ടുള്ള മോഡിഫിക്കേഷൻസ് വരുത്തണം. കാലാകാലങ്ങളിൽ ആവശ്യമായ മോഡിഫിക്കേഷൻസ് വരുത്തി അത് കൂടുതൽ ഇഫക്റ്റീവ് ആക്കി മാറ്റണം. ഓക്കെ, അപ്പൊ എങ്ങനെയൊക്കെ നമുക്കൊരു ഗ്രീവൻസ്, നല്ലൊരു ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയറിൽ ഉണ്ടായിരിക്കുന്ന അവശ്യ ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് ആക്സെപ്റ്റബിലിറ്റി ആണ്, സ്വീകാര്യതയാണ്. ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ എല്ലാവർക്കും സ്വീകാര്യമായിരിക്കും. അത് എംപ്ലോയീസിനാണെങ്കിലും അതുപോലെ മാനേജ്മെന്റിനാണെങ്കിലും യൂണിയൻ ആണെങ്കിലും ഒരുപോലെ അത് അക്സെപ്റ്റബിൾ ആയിരിക്കണം. അതിനുവേണ്ടി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ മറ്റൊന്നാണ് പ്രോംപ്റ്റ്നെസ്. കൃത്യസമയത്ത് നടപടികൾ എടുക്കുക, വളരെ വേഗത്തിൽ തന്നെ നടപടികൾ എടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ എളുപ്പത്തിൽ നമുക്ക് അത് സോൾവ് ചെയ്യാൻ പറ്റും അല്ലെ. അതുപോലെ തന്നെ പ്രോംപ്റ്റ്നെസ്, നിയമസാധുത അല്ലെ. എപ്പോഴും നമ്മൾ നിയമപരമായിട്ട് ചട്ടങ്ങൾക്കും നിയമങ്ങൾക്ക് വിധേയമായിട്ടായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. സിംപ്ലിസിറ്റി. സിംപ്ലിസിറ്റി എന്ന് പറയുമ്പോൾ പരമാവധി ഒരുപാട് സങ്കീർണമായിട്ടുള്ള സ്റ്റെപ്പുകളിൽ പോകാതെ വളരെ കുറഞ്ഞ സ്റ്റെപ്പുകൾ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് പരാതികൾ പരിഹരിക്കാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് കേട്ടോ. പിന്നെ ട്രെയിനിങ്, ജീവനക്കാർക്ക് ഗ്രീവൻസ് ഹാൻഡിൽ ചെയ്യുന്നതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള പരിശീലനം അവർക്ക് കൊടുക്കാം. ദെൻ ഫോളോ അപ്പ്, തുടർ നടപടികളാണ് കേട്ടോ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഗ്രീവൻസ് പ്രൊസീജിയർ റെഗുലർ ആയിട്ട് നമ്മൾ അവലോകനം ചെയ്യണം. കാലാകാലങ്ങളിൽ അതിന് വേണ്ട മോഡിഫിക്കേഷൻസ് വരുത്തിക്കൊണ്ട് അത് കുറെ കൂടെ ഇഫക്റ്റീവ് ആക്കി മാറ്റിയിരിക്കണം. ഓക്കെ, നിങ്ങൾ നോക്കേണ്ടത് പോയിന്റുകളാണ് കേട്ടോ. പോയിന്റുകൾ ഒന്ന് വായിച്ചു നോക്കി.
ഓക്കെ ആണോ? അത്രയും ഭാഗങ്ങൾ ക്ലിയർ ആണ് എല്ലാവർക്കും? ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് അഡ്വാൻറ്റേജസ് ഓഫ് ഗ്രീവൻസ് റിഡക്ഷൻ പ്രൊസീജിയർ. ഈ ഒരു ഗ്രീവൻസ് റിഡക്ഷൻ പ്രൊസീജിയറിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, അതിന്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? അഡ്വാൻറ്റേജസ് നമുക്ക് പഠിക്കാനുണ്ട്, ഡിസഡ്വാൻറ്റേജസും പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് അഡ്വാൻറ്റേജസ് എന്തൊക്കെയാന്ന് നോക്കാം. ഒന്നാമത്തെ എന്താണെന്നറിയോ? ഇറ്റ് ബ്രിങ്സ് ഔട്ട് ഗ്രീവൻസ് ഇഷ്യൂസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ മാനേജ്മെന്റ് സോ ദാറ്റ് റെമഡിയൽ ആക്ഷൻസ് ക്യാൻ ബി ടേക്കൺ. ശരിയാണ് അല്ലെ? ഇങ്ങനെ ഒരു ഗ്രീവൻസ് റിഡക്ഷൻ പ്രൊസീജിയർ ആ ഒരു സംവിധാനം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് മാനേജ്മെന്റിന്റെ മുമ്പിലോട്ട് എല്ലാവിധ പരാതികളും നമുക്ക് മാനേജ്മെന്റിന്റെ മുമ്പിൽ അവതരിപ്പിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യാം, മാനേജ്മെന്റ് അതിന് വേണ്ട റെമഡിയൽ ആക്ഷൻസ് അല്ലെ, പരിഹാര നടപടികൾ എടുക്കാനും സാധിക്കും അല്ലെ. അപ്പൊ പണ്ടത്തെ പോലെ ഒന്നും ഒതുക്കി വെക്കേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് എല്ലാവിധ ഗ്രീവൻസ് ഇഷ്യൂസുകൾക്കും നമ്മൾ മാനേജ്മെന്റിന്റെ മുമ്പിൽ കൊണ്ടുവരാനും വളരെ പെട്ടെന്ന് തന്നെ അതിന് വേണ്ട റെമഡിയൽ ആക്ഷൻസ് എടുക്കാനും സാധിക്കുന്നുണ്ട്. ഇതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ് അല്ലെ. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ടൈമിലി ഇന്റർവെൻഷൻ ബൈ ദ മാനേജ്മെന്റ് പ്രിവെന്റ്സ് ദ മൈനർ ഗ്രീവൻസസ് ഫ്രം അസ്യൂമിംഗ് ബിഗ് പ്രൊപ്പോർഷൻസ് ആൻഡ് ബിക്കമിംഗ് എ ഡിസ്പ്യൂട്ട്. അതുപോലെ മാനേജ്മെന്റിന്റെ സമയോചിതമായിട്ട് ഇടപെടലിലൂടെ നമുക്ക് ചെറിയ പരാതികൾ വലിയ തർക്കങ്ങളായിട്ട് മാറുന്നത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നു. എത്രയും പെട്ടെന്ന് നമ്മൾ മാനേജ്മെന്റിനെ അറിയിക്കുന്നു, പെട്ടെന്ന് റെമഡിയൽ ആക്ഷൻ എടുക്കുന്നു. അപ്പൊ മാനേജ്മെന്റിന്റെ സമയോചിതമായിട്ട് ഇടപെടലുകളിലൂടെ നമുക്ക് വളരെ ചെറിയ പരാതികളാണെങ്കിലും വലിയൊരു തർക്കമായിട്ട് മാറുന്ന സാഹചര്യം നമുക്ക് അതുവഴി ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നു. മൂന്നാമത്തെ എന്താണ്? ഇറ്റ് പ്രൊവൈഡ്സ് എ ഫോർമലൈസ്ഡ് ഔട്ട്ലെറ്റ് ഫോർ ദ എംപ്ലോയീസ് സൈക്കോളജിക്കൽ റിലീസ് ടു റിഡ്യൂസ് ദെയർ ഡിസാറ്റിസ്ഫാക്ഷൻ. അത് മാത്രമല്ല, ഇപ്പൊ ജീവനക്കാർക്ക് അവരുടെ മാനസികമായിട്ടുള്ള വിഷമങ്ങള് അല്ലെ, അവരുടെ അതൃപ്തികള് അതെല്ലാം തുറന്നു പറയാനായിട്ട് അവർക്കൊരു പ്ലാറ്റ്ഫോം ലഭിക്കുകയാണ് അല്ലെ. അതെ, തുറന്നു പറയാനായിട്ട് ഇത് നമുക്കൊരു നല്ലൊരു പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുക്കുന്നുണ്ട് അല്ലെ. അപ്പോ the grievance system may or may not be used by the worker for his own emotional release in a particular system. However, it builds within him a sense of emotional security as the system is there for his support. അപ്പോ ഇങ്ങനെയുള്ള ഈ ഒരു ഗ്രീവൻസ് സിസ്റ്റം അല്ലെ, ഈ ഒരു സംവിധാനം അതിപ്പോ അവിടുത്തെ ജീവനക്കാർ ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും അവർക്ക് അതൊരു വൈകാരികമായ ഒരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അതെങ്ങനെയാണ്? അവർക്ക് ഒരു ഇമോഷണൽ സെക്യൂരിറ്റി കൊടുക്കുന്നത് എങ്ങനെയാണെന്നറിയോ? എന്ത് പരാതികൾ വന്നു കഴിഞ്ഞാലും അവരുടെ പരാതികൾ പരിഹരിക്കാൻ അവിടെ ഒരു ഔദ്യോഗിക സംവിധാനം ഉണ്ട് എന്നുള്ളൊരു ബോധ്യം അവരെ കൂടുതൽ ഇമോഷണൽ സെക്യൂരിറ്റി കൊടുക്കുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. അവർക്ക് എന്ത് കൊടുക്കുന്നു? കൂടുതൽ ഇമോഷണൽ സെക്യൂരിറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ മാത്രമല്ല, അവർക്ക് എന്ത് മാനസിക വിഷമങ്ങളും പരാതികളും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മാനേജ്മെന്റിന് മുമ്പിൽ അവതരിപ്പിക്കാനായിട്ട് നല്ലൊരു പ്ലാറ്റ്ഫോം അവിടെ എന്താണ് ലഭിക്കുന്നുണ്ട് അല്ലെ. പിന്നെ എന്താന്ന് വെച്ചാൽ ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ദ എസ്റ്റാബ്ലിഷ്മെന്റ് ആൻഡ് മെയിന്റനൻസ് ഓഫ് എ കൺഡ്യൂസീവ് വർക്കിംഗ് എൻവയോൺമെന്റ്. കൺഡ്യൂസീവ് വർക്കിംഗ് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു തൊഴിൽ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനും നിലനിർത്തുന്നതിനും ഇത് വഴിയൊരുക്കുന്നുണ്ട്. എന്നുവെച്ചാൽ പരാതികളൊക്കെ ഉണ്ടായിട്ട് നമുക്ക് പെട്ടെന്ന് മാനേജ്മെന്റിനെ അറിയിക്കാം, പെട്ടെന്ന് റെമഡിയൽ ആക്ഷൻസ് എടുക്കാം. അങ്ങനെ വരുമ്പോൾ വേറെ ഇഷ്യൂസ് ഒന്നും അവിടെ ഇല്ല അല്ലെ. വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു തൊഴിൽ അന്തരീക്ഷം നിലനിർത്താനും, അതുപോലെ നിലനിർത്തലല്ല, വളരെ സൗഹാർദ്ദപരമായ തൊഴിൽ അന്തരീക്ഷം സ്ഥാപിക്കാനും നിലനിർത്താനും ഒക്കെ ഇത് വഴിയൊരുക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുന്നത്? ഇറ്റ് ഹെൽപ്സ് ദ മാനേജ്മെന്റ് ടു ഐഡന്റിഫൈ ദ ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ഫീലിംഗ്സ് ഓഫ് എംപ്ലോയീസ് regarding the organizational policies, rules and practices so that essential updates in policies and rules can be done. അതുപോലെ തന്നെ നമ്മുടെ ഓർഗനൈസേഷന്റെ പോളിസികള്, റൂൾസുകള്, പ്രവർത്തനങ്ങള് അല്ലെ, അതിനോടുള്ള ജീവനക്കാരുടെ ആ ഒരു ഫീലിങ്സ്, അവരുടെ മനോഭാവം അതെന്താണെന്ന് കൃത്യമായി തിരിച്ചറിയാൻ മാനേജ്മെന്റിന് അത് സഹായിക്കുന്നുണ്ട്. അതെ, ഗ്രീവൻസ് റിഡക്ഷൻ പ്രൊസീജിയറിലൂടെ മാനേജ്മെന്റിന് മനസ്സിലാക്കാൻ പറ്റും അവിടെ നടപ്പിലാക്കിയിട്ടുള്ള പോളിസികളോട്, റൂൾസിനോട്, റെഗുലേഷൻസിനോട് അവിടുത്തെ ജീവനക്കാരുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്, അതിനോടുള്ള അവരുടെ മനോഭാവം എന്താണ് എന്ന് കൃത്യമായിട്ട് തിരിച്ചറിയാനായിട്ട് മാനേജ്മെന്റിനെ സഹായിക്കുന്നുണ്ട്. സോ ദാറ്റ് എസെൻഷ്യൽ അപ്ഗ്രേഡ്സ് ഇൻ പോളിസീസ് ആൻഡ് റൂൾസ് ക്യാൻ ബി ഡൺ. അതിനനുസരിച്ച് പോളിസികളിലും റൂൾസുകളിലും ഒക്കെ ആവശ്യത്തിനുള്ള അപ്ഗ്രേഡുകള് നമുക്ക് വരുത്താനും സാധിക്കും അല്ലെ. ഓക്കെ, പിന്നെ എന്താ പറയുന്നത്? ഇറ്റ് ക്ലോസ്ലി മോണിറ്റർ കാർഡിയക് മാനേജ്മെന്റ് ആക്ഷൻസ്.
അത് മാത്രമല്ല ഇത് മാനേജ്മെന്റിന്റെ ഏകപക്ഷീയമായിട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഏകപക്ഷീയമായിട്ടുള്ള തീരുമാനങ്ങൾ ഇപ്പൊ മാനേജ്മെന്റ് ആരോടും ആലോചിക്കാതെ വളരെ ഏകപക്ഷീയമായിട്ടുള്ള രീതിയിലുള്ള അവരുടെ തീരുമാനങ്ങൾ അവിടെ ക്ലോസ്ലി മോണിറ്റർ ചെയ്യപ്പെടുന്നുണ്ട് അല്ലെ. ആസ് ദ മാനേജർ നോസ് that his actions can be scrutinized and challenged, he will be more cautious while coming to a decision. അല്ലെ. അപ്പൊ അത് മാത്രമല്ല മാനേജർക്ക് എന്താണ് അവരുടെ പ്രവർത്തനങ്ങള് വളരെ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാകുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളെ അവിടെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യപ്പെടുന്നുണ്ട് എന്നൊരു ബോധ്യം ഉള്ളത് കൊണ്ട് തന്നെ അവരെന്താണ് കുറെ കൂടെ കോഷ്യസ് ആയിരിക്കും അല്ലെ. അവർ കുറെ കൂടെ ശ്രദ്ധിച്ചായിരിക്കും അവർ തീരുമാനങ്ങൾ എടുക്കുന്നത് അല്ലെ. അല്ലാണ്ട് ഒരിക്കലും ഏകപക്ഷീയമായിട്ട് ഒരിക്കലും അവർ തീരുമാനം എടുക്കില്ല. അങ്ങനെ എടുത്താൽ തന്നെയും അവരെ ക്ലോസ്ലി മോണിറ്റർ ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളൊരു ബോധ്യം അവരെ കുറേയും കൂടെ എന്താക്കി നിർത്തും, അവരെ കുറേയും കൂടെ ജാഗരൂകരാക്കി നിർത്തുന്നത് മാത്രമല്ല അവരങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കൂല. ഓക്കെ, ഇതൊക്കെയാണ് അതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഡിസ്അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, അഡ്വാൻറ്റേജസ് മനസ്സിലായോ നിങ്ങൾക്ക്? എന്തൊക്കെ അഡ്വാൻറ്റേജസ് ഉണ്ടെന്ന് ക്ലിയർ ആയോ എല്ലാവർക്കും? ഓക്കെ ആണോ? ഓക്കെ, അടുത്തതാണ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ. ഇനി ഈ ഒരു ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയറിന്റെ ചില ഡിസ്അഡ്വാൻറ്റേജസ് എന്താണ്? അപ്പൊ നമ്മൾ വിചാരിക്കുക അതിന്റെ അഡ്വാൻറ്റേജ് ഒക്കെ ഉള്ളൂ, ഡിസ്അഡ്വാൻറ്റേജ് ഉള്ളത് നല്ല സംവിധാനമല്ല, എന്ത് ഡിസ്അഡ്വാൻറ്റേജ് ആണുള്ളത് നമ്മൾ ചിന്തിക്കും. എന്തൊക്കെ ഡിസ്അഡ്വാൻറ്റേജ് ആണുള്ളത് നോക്കി. ഒന്ന്, the procedure can be lengthy and costly. ഈ ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ എന്ന് പറയുന്നത് പലപ്പോഴും നീണ്ടു പോകാറുണ്ട്, വളരെ നീണ്ടു പോകാറുണ്ട്. അതുപോലെ ചെലവേറിയതുമാകാറുണ്ട്. എത്രത്തോളം നീണ്ടു പോകുന്നോ അത്രത്തോളം എന്താണ് എക്സ്പെൻസും അവിടെ വർദ്ധിക്കും, കോസ്റ്റ്ലി ആയിരിക്കും. അതൊരു ഡിസ്അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, പിന്നെ പറയുന്നത് എന്താന്ന് വെച്ചാൽ ലാക്ക് ഓഫ് പീപ്പിൾ സ്കിൽസ് ടു ഡീൽ വിത്ത് ഗ്രീവൻസസ് അറ്റ് എവരി സ്റ്റേജ്. അതുപോലെ ഓരോ സ്റ്റേജിലും പരാതികൾ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് കഴിവുള്ള ജീവനക്കാരുടെ അഭാവം ഉണ്ടാവാറുണ്ട്. നമ്മൾ ഗ്രീവൻസ് റിഡ്രസലിന്റെ വിവിധ ഘട്ടങ്ങൾ നമ്മൾ പഠിച്ചതാണ് അല്ലെ. അപ്പൊ ഓരോ സ്റ്റേജിലും ഈ ഗ്രീവൻസുകളെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാനായിട്ട് സ്കിൽഡ് ആയിട്ടുള്ള ആളുകളുടെ കുറവ് അനുഭവപ്പെടാറുണ്ട്. അപ്പൊ സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ കുറയുമ്പോൾ ചിലപ്പോൾ എന്തുണ്ടാവും, ഓരോ സ്റ്റേജിലും ഒരുപാട് കാലങ്ങളോളം നീണ്ടു നിൽക്കും. സ്കിൽഡ് ആയിട്ടുള്ള ഒരാളാണ് ഇരിക്കുന്നതെങ്കിൽ പെട്ടെന്ന് പരാതികൾ പരിഹരിച്ച് അടുത്തടുത്ത ഘട്ടത്തിലേക്ക് പോകാനായിട്ട് പറ്റും. പലപ്പോഴും ഗ്രീവൻസുകൾ പരിഹരിക്കാൻ സ്കിൽഡ് ആയിട്ടുള്ള ആളുകളുടെ അഭാവം ഉണ്ടാവാറുണ്ട്. പിന്നെ ഡിഫറെന്റ് പ്രൊസീജിയേഴ്സ് ആർ ഫോളോഡ് ഇൻ ഓർഗനൈസേഷൻസ്. There can be hostile action from the management against grievant employees. അതുപോലെ ഓരോ സ്ഥാപനത്തിലും വ്യത്യസ്തമായ നടപടിക്രമങ്ങളാണ് ഫോളോ ചെയ്യുന്നത്. നമ്മുടെ സ്ഥാപനത്തിലെ ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ ആയിരിക്കില്ല മറ്റൊരു സ്ഥാപനത്തിൽ ഉണ്ടായിരിക്കുക. ഓരോ ഓർഗനൈസേഷനിലും ഡിഫറെന്റ് ആണ്, വ്യത്യസ്തമായിട്ടുള്ള പ്രൊസീജിയറുകളാണ് അവർ ഫോളോ ചെയ്യുന്നത്. പിന്നെ പലപ്പോഴും അത് എംപ്ലോയീസ്, പരാതിക്കാരനായിട്ടുള്ള എംപ്ലോയീസിനോട് ചിലപ്പോൾ മാനേജ്മെന്റിൽ ഒരു ശത്രുതാപരമായിട്ടുള്ള മനോഭാവം ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എല്ലായിടത്തും ഒരേ കണ്ടീഷൻ ആയിരിക്കണമെന്നില്ല. ചിലപ്പോൾ പരാതി കൊടുത്ത ജീവനക്കാരനോട് മാനേജ്മെന്റിന് ഒരു പക്ഷെ ശത്രുതാപരമായിട്ടുള്ള ഒരു മനോഭാവം ഉണ്ടാകാം. അതൊരു ഡിസ്അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, പിന്നെ അടുത്ത എന്താണ്, ഫൈനൽ ഡിസിഷൻസ് ക്യാൻ ബി വിത്ത്ഹെൽഡ് ബൈ ദ മാനേജ്മെന്റ്. ദിസ് കോസസ് ദ ഫ്രസ്ട്രേഷൻ അമംഗ് എംപ്ലോയീസ്. അതുപോലെ അന്തിമ തീരുമാനങ്ങൾ, ഈ പരാതികളിൽ നിന്നുള്ള അന്തിമ തീരുമാനങ്ങൾ ചിലപ്പോൾ മാനേജ്മെന്റ് തടയാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അന്തിമ തീരുമാനങ്ങൾ ചിലപ്പോൾ മാനേജ്മെന്റ് തടയാൻ സാധിക്കും. അങ്ങനെ മാനേജ്മെന്റ് തടഞ്ഞു കഴിഞ്ഞാൽ അത് ജീവനക്കാരുടെ ഇടയിൽ വലിയ നിരാശയ്ക്ക് കാരണമാകും. ലാസ്റ്റ് പറയുന്നത് എന്താണ്, the members may not react promptly and become dependent on the union to start all the issues. അതുപോലെ എന്തെങ്കിലും പരാതികൾ വന്നു കഴിഞ്ഞാല് എംപ്ലോയീസ് അവര് സ്വമേധയാ പ്രതികരിക്കുന്നതിന് പകരമായിട്ട് എന്ത് പരാതികൾ വന്നാലും എല്ലാത്തിനും നമ്മുടെ യൂണിയനെ ആശ്രയിക്കുന്ന ആ ഒരു ലെവലിലോട്ട് കാര്യങ്ങൾ പോകും. നമുക്കിപ്പോ എന്തെങ്കിലും ചെറിയ പരാതികളാണെങ്കിൽ ഇപ്പോ ജീവനക്കാരന് നേരിട്ട് പറഞ്ഞു പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അങ്ങനെ ചെയ്യാം. പക്ഷെ പലപ്പോഴും മെമ്പേഴ്സ് എന്ത് ചെയ്യാണ്, അവര് സ്വയം പ്രതികരിക്കാതെ, ശരിയായ രീതിയിൽ പ്രതികരിക്കാതെ ഏതിനും ചെറുതായിട്ടുള്ള വലുതായിക്കോട്ടെ എന്തിനും എല്ലാ പരാതികൾക്കും യൂണിയനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷത്തിലോട്ട് പോകാറുണ്ട്. അതും ഒരു ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ടാണ് അവിടെ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ ആണോ? അപ്പം ഇതോടുകൂടി നമ്മുടെ ഗ്രീവൻസ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക് അവിടെ അവസാനിക്കുകയാണ്. നമ്മൾ തുടങ്ങിയത് അങ്ങനെയാണല്ലോ, ഗ്രീവൻസ് ആണ് നമ്മൾ തുടങ്ങിയത്. ആ ഒരു ടോപ്പിക് അവിടെ വരികയാണ് കേട്ടോ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതിന്റെ ഡിസിപ്ലിൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിലോട്ട് നമുക്ക് പഠിക്കാം, എംപ്ലോയി ഡിസിപ്ലിൻ കേട്ടോ. ഓക്കെ.
ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. പിന്നെ അടുത്തതിലെ ഗ്രീവൻസ് റെസൊല്യൂഷൻ മെത്തേഡുകളില്ലേ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് കേട്ടോ. ഡിസഡ്വാൻറ്റേജ് തേർഡ് പോയിന്റ് മനസ്സിലായില്ല. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് എന്താണ്? ഡിഫറെന്റ് പ്രൊസീജിയേഴ്സ് ആർ ഫോളോഡ് ഇൻ ഓർഗനൈസേഷൻ. അതായത് നമ്മൾ പല സ്ഥാപനങ്ങളിലും പല രീതിയിലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രൊസീജിയറുകളാണ് ഫോളോ ചെയ്യുന്നത്. അതായത് നമ്മൾ പരാതികൾ പരിഹരിക്കാനുള്ള പ്രൊസീജിയറുകളില്ലേ, അത് പല ഓർഗനൈസേഷനിലും വ്യത്യസ്തമാണെന്ന്. നമ്മുടെ സ്ഥാപനത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു പ്രൊസീജിയർ ആയിരിക്കില്ല മറ്റേതെങ്കിലും സ്ഥാപനത്തിൽ ഉപയോഗിക്കുന്നത്. അതായത് പരാതികൾ പരിഹരിക്കാനുള്ള ആ ഒരു നടപടിക്രമങ്ങൾ ഉണ്ടല്ലോ, അത് ഓരോ സ്ഥാപനത്തിനും വ്യത്യസ്തമാണെന്നാണ് പറയുന്നത്. അപ്പൊ ചില സ്ഥാപനങ്ങളിൽ എന്ത് സംഭവിക്കുന്നറിയോ, ഈ പരാതിപ്പെട്ട ജീവനക്കാരനോട് മാനേജ്മെന്റ് ചിലപ്പോൾ ശത്രുതാപരമായിട്ടൊരു മനോഭാവം ഉണ്ടാക്കാം. മനസ്സിലായി? എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. അപ്പൊ അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ടാണ് അവര് പറയുന്നത് കേട്ടോ. പരാതി കൊടുത്ത ആളുകളോട് മാനേജ്മെന്റ് എന്ത് തോന്നാം, ചിലപ്പോ ഒരു ദേഷ്യം തോന്നാം അല്ലെ. അപ്പൊ എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല, അങ്ങനെയുള്ള സാധ്യതയുണ്ട്. അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ടാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ? ഫസ്റ്റിലേക്കല്ലേ ചോദിച്ചത്. അപ്പൊ നമുക്ക് ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം കേട്ടോ.